ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പവർ സിസ്റ്റംസ് ആണ്. പവർ സിസ്റ്റത്തിൻ്റെ പ്രൊട്ടക്ഷനാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രൊട്ടക്ഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊട്ടക്റ്റീവ് ഡിവൈസുകൾ നമ്മൾ കഴിഞ്ഞു. ഇനി ആ ഓരോ ഡിവൈസിലും വരുന്ന സ്പെഷ്യാലിറ്റികളും അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ സ്പെഷ്യാലിറ്റികളും അതുമായിട്ട് വരുന്ന റിലേറ്റഡ് ആയിട്ടുള്ള ടേമുകളുമാണ്. ഓക്കെ, അപ്പോൾ സർക്യൂട്ട് ബ്രേക്കേഴ്സിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ? അപ്പോൾ ഈ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ നമ്മൾ പറഞ്ഞു സർക്യൂട്ടിന് ഇൻട്രപ്ഷൻ അല്ലേ, നമ്മൾ റിലേ ഫോൾട്ടിനെ ഡിറ്റക്ട് ചെയ്യുന്നു, സർക്യൂട്ട് എന്ത് ചെയ്യുന്നു, ഇൻട്രപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഫോൾട്ട് കറണ്ടിൻ്റെ സമയത്ത്, ഓക്കെ, ഫോൾട്ട് കറണ്ട് ഒക്കറുന്ന സമയത്താണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, കോണ്ടാക്ട്സ് എന്താവുന്നത്, കോണ്ടാക്ട്സ് ഓപ്പൺ ആവുന്നത് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആവുന്നത് നമ്മൾ പറയും. ഓക്കെ, കോണ്ടാക്ട്സ് ഗെറ്റ് സെപ്പറേറ്റഡ്. ഓക്കെ, അങ്ങനെ കോണ്ടാക്ട്സ് സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടാക്ട്സ് സെപ്പറേറ്റ് ആവുന്നത് എപ്പോഴാണ്, ഫോൾട്ട് കറണ്ട്, അതായത് ഫോൾട്ട് കറണ്ട് നമുക്കിപ്പോൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഒക്കർ ചെയ്യുന്ന സമയത്ത് ഹെവി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ല, ഹെവി കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെവി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഈ കോണ്ടാക്ട്സ് എന്താവും, സെപ്പറേറ്റഡ് ആവും. അപ്പോൾ അങ്ങനെ കോണ്ടാക്ട്സ് സെപ്പറേറ്റഡ് ആവുമ്പോൾ, കോണ്ടാക്ട്സ് എന്ന് പറയുമ്പോൾ ഓർക്കണം, ഫിക്സഡ് കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്റ്റും, നമ്മൾ നേരത്തെ പറഞ്ഞ ഫിക്സഡ് കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്റ്റും. അപ്പോൾ ഈ കോണ്ടാക്ട്സ് സെപ്പറേറ്റഡ് ആകുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് അവർ തമ്മിലുള്ള ഏരിയ, അതായത് ആ കോണ്ടാക്റ്റ് ഏരിയ എന്ത് ചെയ്യും, കുറയും അല്ല, ആ കോണ്ടാക്റ്റുകൾ തമ്മിലുള്ള ഏരിയ ഉണ്ടാവുമല്ലോ, അവരിങ്ങനെ അകന്നകന്ന് പോലെ. അപ്പോൾ ആ കോണ്ടാക്റ്റ് അവരുള്ള കോണ്ടാക്റ്റ് ഏരിയ എന്ത് ചെയ്യും, കുറയും. അങ്ങനെ കോണ്ടാക്റ്റ് ഏരിയ കുറയുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഈസ് കറണ്ട് ഡെൻസിറ്റി കൂടും. അതെങ്ങനെയാണ് കറണ്ട് ഡെൻസിറ്റി കൂടുന്നത്, കറണ്ട് ഡെൻസിറ്റിൻ്റെ ഫോമുല എന്താ, ജെ ഈസ് ഈക്വൽ ടു കറണ്ട് ബൈ ഏരിയ. അപ്പോൾ ഇവ തമ്മിലുള്ള ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഡെൻസിറ്റി കൂടും. ഈ കറണ്ട് ഡെൻസിറ്റി കൂടിയാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കറണ്ട് ഡെൻസിറ്റിയും ടെമ്പറേച്ചറും പ്രപ്പോർഷണലാണ്. ഓക്കെ, കറണ്ട് ഡെൻസിറ്റിയും ടെമ്പറേച്ചറും പ്രപ്പോർഷണലാണ്. അപ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കൂടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ, ഇങ്ങനെ ടെമ്പറേച്ചർ കൂടുന്ന ഒരു സമയത്ത് ആ ഒരു സ്ഥലത്ത് നിങ്ങളുടെ ഈ കോണ്ടാക്ട്സ് സെപ്പറേറ്റ് ചെയ്ത്, ഇപ്പോൾ ഇങ്ങനെയാണ് കോണ്ടാക്ട്സ് ഉണ്ടായത്, ഈ കോണ്ടാക്ട്സ് ഇങ്ങനെ സെപ്പറേറ്റഡ് ആയി, ഏരിയ കൂടി അല്ലേ. അപ്പോൾ അങ്ങനെ കോണ്ടാക്ട് സെപ്പറേറ്റ് സമയത്ത് ഇവിടെ എയർ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഈ ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ട് എയർ എന്താവും, അയോണൈസ്ഡ് ആവും. ഓക്കെ, ടെമ്പറേച്ചർ ഇൻക്രീസസ് ദസ് അയോണൈസസ് ദ എയർ. ഈ എയറിനെ നമുക്ക് അയോണൈസേഷന് വിധേയമായിട്ട് വരും. അങ്ങനെ അയോണൈസ്ഡ് എയർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു പറഞ്ഞാൽ, ദ അയോണൈസ്ഡ് എയർ ആക്ട്സ് ആസ് എ കണ്ടക്ടർ. അയോണൈസ്ഡ് എയർ ഒരു കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ കോണ്ടാക്ട്സിന് ഇടയിൽ ഒരു കണ്ടക്ടർ ഉള്ള പോലെയായി അല്ലേ. അങ്ങനെ അയോണൈസ്ഡ് എയർ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വേപ്പർ ഒരു കണ്ടക്ടർ പോലെ ആക്ട് ചെയ്ത് ആ കോണ്ടാക്ട്സിന് കണ്ടക്ടർ ആകുമ്പോൾ അവിടെ ഒരു പാത്ത് വന്നു അല്ലേ. അപ്പോൾ ആ പാത്ത് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ദസ് വി ക്യാൻ സേ ദാറ്റ് ആൻ ആർക്ക് ഈസ് സ്ട്രക്ക് ബിറ്റ്വീൻ ദ കോണ്ടാക്ട്സ്. ഇങ്ങനെയാണ് നമുക്ക് കോണ്ടാക്ട്സിനിടയിൽ ആർക്ക് ഫോം ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ സാധാരണ ചെറിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെങ്കിലൊന്നും പ്രശ്നമില്ല. അപ്പോൾ ചെറിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെങ്കിലും അവിടെ എന്ത് ചെയ്യും, ആ ആർക്കിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ഫോൾട്ട് കറണ്ട് കൂടുമ്പോൾ കോണ്ടാക്ട് സെപ്പറേറ്റ് ആവുന്നു, അതായത് ഹെവി കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ഫിക്സഡ് കോണ്ടാക്ട് നമ്മൾ ഏരിയ കുറയുന്നു. അപ്പോൾ ഏരിയ കുറയുമ്പോൾ കറണ്ട് ഡെൻസിറ്റി കൂടുന്നു, ടെമ്പറേച്ചർ കൂടുന്നു. ടെമ്പറേച്ചർ കൂടുന്ന കാരണം എയർ അറൗണ്ട് ദ കോണ്ടാക്ട്സ് മേ ബി അയണൈസ് ചെയ്യും. അയണൈസ് ചെയ്യുമ്പോൾ ഒരു കണ്ടക്ടർ, ആ പാത്തൊരു കണ്ടക്ടർ പോലെയാവും. അപ്പോൾ അവിടെ ഒരു ഫ്ലോ നടക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ആർക്ക് ആ കോണ്ടാക്ട്സിനിടയിൽ സ്ട്രക്ക് ചെയ്തു എന്ന് പറയാം. ആൻ ആർക്ക് ഈസ് സ്ട്രക്ക് ബിറ്റ്വീൻ ദ കോണ്ടാക്ട്സ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർക്ക് സ്ട്രക്ക് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവിടെ ദ കറണ്ട് വിൽ ബി ഫ്ലോയിങ് ത്രൂ ദ മീഡിയം അല്ലേ, കറണ്ട് ഫ്ലോസ് ത്രൂ ദ മീഡിയം. അപ്പോൾ ആ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ ആർക്കിംഗ് കറണ്ട് എന്നാണ് വിളിക്കുന്നത്, ആർക്കിംഗ് കറണ്ട്. ഓക്കെ, ഇത് ചെറിയ കറണ്ട് ഒന്നും ആയിരിക്കില്ല, എന്തായാലും ആർക്കിംഗ് കറണ്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ആർക്കിംഗ് കറണ്ട് ഉണ്ടാവും, അതായത് അവിടുത്തെ മീഡിയം എന്താവും, മീഡിയം ഗെറ്റ്സ് അയോണൈസ്ഡ്. ആ മീഡിയം അയോണൈസ്ഡ് ആവും, അവിടെ ഒരു ആർക്കിംഗ് കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ആക്ച്വലി ഈ നമ്മുടെ കറണ്ട് ഡെൻസിറ്റി ഈ ടെമ്പറേച്ചർ കൂടുന്നതെന്ന് പറയുന്നത് നമുക്ക് വേറെ തരത്തിലും പറയാം. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓംസ് ലോ പോയിന്റ് ഫോമിൽ എഴുതുകയാണെങ്കിൽ എന്താ, ജെ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ അല്ലേ.
അപ്പോൾ കറണ്ട് ഡെൻസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും കൂടുക എന്നാണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ യുവർ ഡയലക്ട്രിക് സ്ട്രെങ്ത്. എല്ലാ മെറ്റീരിയലിനും ഡയലക്ട്രിക് സ്ട്രെങ്ത് ഉണ്ടാവും. ആ ഡയലക്ട്രിക് സ്ട്രെങ്ത്തിനെക്കാട്ടും കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുകയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ആ സമയത്ത് ആ മീഡിയത്തിലൂടെ എന്ത് ഫ്ലോ ഉണ്ടാവും? കറണ്ട് ഫ്ലോ ഉണ്ടാവും അല്ലേ? അങ്ങനെയാണ് ആ മീഡിയം എന്ത് ചെയ്യുന്നത്? അയോണൈസ്ഡ് ആവുന്നത്. ദസ് ദ മീഡിയം ഗെറ്റ്സ് അയോണൈസ്ഡ്. ക്ലിയർ? ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് ബാക്കിലുള്ള കാര്യം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം മീഡിയം അയോണൈസ് ആവാനുള്ള സാധ്യതയും എന്താണ്? കൂടുതലാണ്. അങ്ങനെ നമുക്ക് പറയാം ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, ആർക്കിംഗ് കറണ്ട്, ഐ ആർക്ക് എന്നങ്ങനെ വിളിച്ചോ, ഐ ആർക്ക് എന്ത് ചെയ്യും? വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രയോറിറ്റി എന്തായിരിക്കണം? ഈ ആർക്കിംഗ് കറണ്ടിനെ കുറയ്ക്കണം. ശരിയല്ലേ? ആർക്കിംഗ് കറണ്ടിനെ കുറയ്ക്കലാണല്ലോ നമ്മുടെ എയിം. അപ്പോൾ ആർക്കിംഗ് കറണ്ടിനെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസും കറണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ നിങ്ങൾക്കറിയാം. അപ്പോൾ റെസിസ്റ്റൻസ് കൂട്ടുക, റെസിസ്റ്റൻസ് ആർക്കിംഗ് റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കിംഗ് കറണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാം. അപ്പോൾ നമ്മളെ പ്രൈമറി പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ആർക്കിംഗ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നത്? കുറയ്ക്കുന്നത് എന്നുള്ളതാണ്. ആർക്കിംഗ് റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കിംഗ് കറണ്ട് എന്ത് ചെയ്യാം? കുറയ്ക്കാം. അപ്പോൾ ആർക്കിംഗ് കറണ്ട് കുറയ്ക്കാൻ ആർക്കിംഗ് റെസിസ്റ്റൻസ് കൂട്ടിയാൽ മതി എന്നുള്ള അനാലിസിസിലേക്ക് നമ്മൾ പോവും. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഈ ആർക്ക് റെസിസ്റ്റൻസ് കൂട്ടുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെത്തേഡ് വഴി നമ്മുടെ ആർക്ക് എക്സ്റ്റിങ്ഷൻ നടത്താൻ വേണ്ടി നമ്മളുള്ള മെത്തേഡുകൾ പരീക്ഷിക്കും. ക്ലിയർ? ഇതാണ് ഒരു ജനറലി ഒരു ആർക്കിൻ്റെ ഫിനോമിനയായിട്ട് പറയാനുള്ളത്. മനസ്സിലായി? ഇതാണ് അവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് ഈ കോണ്ടാക്ട്സിൻ്റെ ഇടയിലും ഈ പരിപാടിയിൽ നടക്കുന്ന കാര്യം ഇതാണ്. മനസ്സിലായല്ലോ? സോ അതാണ് നമ്മുടെ ഒരു ആർക്കിൻ്റെ മൊത്തത്തിലുള്ളൊരു ഫിനോമിന. ആർക്കുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന പരിപാടികൾ ഇതാണ്. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മൾ നേരത്തെ നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഈ റിലേ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു കണ്ടീഷനൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഈ ഇതിനെ നമുക്ക് വേറൊരു തരത്തിൽ നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവിടെയുള്ള ഈ റിലേയുടെ കോയിൽ ഉണ്ടല്ലോ, റിലേയുടെ ഈ സ്വിച്ച്, ഓക്കെ, ഈ സ്വിച്ചിൻ്റെ അടുത്ത് ശരിക്കും ഇവിടെ ഒരു സ്പ്രിങ്ങും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു സ്പ്രിങ്ങും കൂടി അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്പ്രിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന കാരണമാണ് ഇത് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ആകാനും പറ്റുന്നത്. സ്പ്രിങ് അങ്ങോട്ട് പോകുമ്പോൾ ഓപ്പൺ ആവും, സ്പ്രിങ് ഇങ്ങോട്ട് വരുമ്പോൾ ക്ലോസ് ആവും. മനസ്സിലായി? അവിടെ ഒരു സ്പ്രിങ്ങും കൂടി ആക്ച്വലി അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്പ്രിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ റിലേയുമായി ബന്ധപ്പെട്ട് രണ്ട് ഫോഴ്സുകൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഈ റിലേയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ഫോഴ്സുകൾ പഠിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ഫോഴ്സാണ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് ഫോഴ്സാണ്. രണ്ടാമത്തത് റീസ്ട്രെയിനിങ് ഫോഴ്സാണ് കേട്ടോ. ഓപ്പറേറ്റിംഗ് ഫോഴ്സും രണ്ടാമത്തത് റീസ്ട്രെയിനിങ് ഫോഴ്സുമാണ്. ഓക്കെ, അത് എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്പ്രിങ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ സി ടി വരുന്നു, ഇവിടെ കറണ്ട് വരുന്നു, ഇവിടെ എനർജൈസ് ആവുന്നു അല്ലേ? അപ്പോൾ ഈ കോയിൽ എനർജൈസ് ആവുന്നുണ്ട്. ശരിയല്ല? അതായത് കോയിലിൻ്റെ ഓപ്പറേറ്റിംഗ് കോയിൽ എന്ത് ചെയ്യുന്നുണ്ട്? എനർജൈസ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് കോയിൽ എനർജൈസ്, നമ്മളിതിനെ ഓപ്പറേറ്റിംഗ് കോയിൽ എന്നല്ലേ വിളിക്കുക? റിലേ ഓപ്പറേറ്റിംഗ് കോയിൽ അല്ലേ? അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് കോയിൽ കാരണം ഒരു ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ആ ഫോഴ്സിനെ നമ്മൾ എഫ് എന്ന് വിളിക്കും. അതിൻ്റെ പേരാണ് ഓപ്പറേറ്റിംഗ് ഫോഴ്സ്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഒരു ഓപ്പറേറ്റിംഗ് ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, അതായത് ഓപ്പറേറ്റിംഗ് ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാ? ദിസ് ഓപ്പറേറ്റിംഗ് ഫോഴ്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓപ്പറേറ്റിംഗ് കോയിൽ. ഈ ഓപ്പറേറ്റിംഗ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സാണ് ഓപ്പറേറ്റിംഗ് കോയിൽ. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് തിരിച്ച് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അവിടെ വേറൊരു ഫോഴ്സും കൂടി വരും അല്ലേ? അപ്പോൾ ആ ഫോഴ്സ് ആണ് നമ്മൾ ഈ പറയുന്ന റീസ്ട്രെയിനിങ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റിംഗ് ഫോഴ്സ് ഇങ്ങനെ താഴേക്കാണ് വരുന്നത്, കാരണം ഇത് താഴേക്ക് ഇങ്ങനെ വരണം. അപ്പോൾ അതിന് തിരിച്ച് മുകളിലേക്കൊരു ഫോഴ്സ് വരും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റീസ്ട്രെയിനിങ് ഫോഴ്സ്. ആ റീസ്ട്രെയിനിങ് ഫോഴ്സ് ഉണ്ടാക്കുന്നത് ആരാണ്? നമ്മുടെ ഈ സ്പ്രിങ് ആണ് റീസ്ട്രെയിനിങ് ഫോഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റീസ്ട്രെയിനിങ് ഫോഴ്സ് ഈസ് കോസ്ഡ് ബൈ ദിസ് സ്പ്രിങ്. ഇതിനെ ഞാൻ FR എന്ന് വിളിക്കുന്നു. ക്ലിയർ? അപ്പോൾ ഇത് സാധാരണ കണ്ടീഷനിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഈ FOയും FRയും ഈക്വൽ ആയിരിക്കും. പക്ഷേ എന്താണ് പ്രശ്നം വരുന്നത്? ഇവിടെ ഏതെങ്കിലും ഒരു സമയത്ത് ഫോൾട്ട് ഒക്കറയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ക്ലിയർ? അപ്പോൾ എപ്പോഴും ഓർക്കുക, ഈ റീസ്ട്രെയിനിങ് ഫോഴ്സിൻ്റെ കാരണക്കാരൻ സ്പ്രിങ്ങും നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് ഫോഴ്സിൻ്റെ കാരണക്കാരൻ ഈ ഓപ്പറേറ്റിംഗ് കോയിലിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അല്ലെ? മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണ് ഇത് റിലേ എന്തിനെ താഴേക്ക്
ഇങ്ങനെ പിടിച്ച് വലിക്കുന്നത്. അതിന് താഴേക്ക് വലിക്കുമ്പോൾ സ്പ്രിങ് എന്ത് ചെയ്യും, അതിന് മുകളിലേക്ക് വലിക്കാനുള്ള ശ്രമം നടത്തും. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഒരു സ്പ്രിങ് അല്ലെങ്കിൽ ഈ റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത്? അതായത് FO = FR ആകുമ്പോൾ റിലേ ഓപ്പറേറ്റ് ചെയ്യില്ല. എപ്പോഴാണ് റിലേ ഓപ്പറേറ്റ് ചെയ്യുന്നത്? റിലേ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് കോയിലിലെ ഫോഴ്സ് നമ്മുടെ റീസ്ട്രെയിനിങ് കോയിലിലെ ഫോഴ്സിനെക്കാട്ടിയും കൂടുതലാവണ്ടേ? ഈ ഒരു കണ്ടീഷനിലല്ലേ റിലേ ഓപ്പറേറ്റ് ചെയ്യുക? റിലേ വിൽ ഓപ്പറേറ്റ് ഓൺലി അണ്ടർ ദിസ് കണ്ടീഷൻ, ശരിയല്ലേ? കാരണം നിങ്ങൾ ഈ സ്പ്രിങ് തിരിച്ച് വലിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഫോഴ്സിൽ താഴേക്ക് വന്നാലല്ലേ ഈ കോണ്ടാക്ട്സ് ഇങ്ങനെ ക്ലോസ്ഡ് ആവുള്ളൂ. ഈ കോണ്ടാക്ട്സ് ക്ലോസ്ഡ് ആയാലല്ലേ ഇതിൽ കറണ്ട് ഫ്ലോ ഉണ്ടായിട്ട് ഈ കോണ്ടാക്ട്സ് നമ്മുടെ CB എന്താവുള്ളൂ, ഓപ്പൺ ആവുള്ളൂ അല്ലേ? അല്ലാതെ ഇത് ഓപ്പൺ പൊസിഷനിൽ തന്നെയാണ് ഈ സ്വിച്ച് ഉള്ളതെങ്കിൽ ഒരിക്കലും സാധിക്കില്ലല്ലോ. അപ്പോൾ ഇതിനെ ഇങ്ങനെ ക്ലോസ് ആക്കണമെങ്കിൽ ഇങ്ങോട്ടുള്ള ഫോഴ്സ് എന്ത് ചെയ്യണം, കൂടണം. ഇങ്ങോട്ടുള്ള ഫോഴ്സ് കൂടണം എന്ന് പറഞ്ഞാൽ FO എന്ത് ചെയ്യണം, കൂടണം, റാദർ ദാൻ യുവർ FR. FRനെക്കാട്ടിയും FO കൂടിയാൽ മാത്രമേ റിലേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അതായത് FO ലെസ് ദാൻ FR ആണെങ്കിൽ റിലേ വിൽ നോട്ട് ഓപ്പറേറ്റ്. റിലേ എന്ത് ചെയ്യില്ല, ഓപ്പറേറ്റ് ചെയ്യില്ല. ക്ലിയർ? ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. മനസ്സിലായില്ല? അപ്പോൾ ഇനി ഞാൻ ചില സ്ഥലത്ത് ഈ ഓപ്പറേറ്റിംഗ് റീസ്ട്രെയിനിങ് ഫോഴ്സ് പറയും. അതുകൊണ്ടാണ് ഈ സ്പ്രിങ് വെച്ചിട്ടുള്ള കാര്യം പറഞ്ഞത്. അവിടെ ഒരു സ്പ്രിങ് അറ്റാച്ച്ഡ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ആ സ്പ്രിങ് കാരണമാണ് നിങ്ങൾക്കത് പൊന്തിക്കാനും താക്കാനും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, പറ്റുന്നത്. ക്ലിയർ? അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു ഫോഴ്സ് ഒക്കെ ചെയ്ത സമയത്ത് റിലേ എന്ത് ചെയ്യും, ആ ട്രിപ്പ് സിഗ്നൽ പ്രൊവൈഡ് ചെയ്ത് സർക്യൂട്ട് ബ്രേക്കറിനെ ഓപ്പറേറ്റ് ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. മനസ്സിലായോ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റായിട്ട് വരുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി ബാക്ക് ടു അവർ നമ്മുടെ ആർക്ക് ഫിനോമിന. ഓക്കെ, ആർക്ക് ഫിനോമിനയിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ ആർക്ക് ഫിനോമിനയിൽ വരുന്ന അടുത്തൊരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഇവിടെ അയോണൈസേഷൻ നടക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ആർക്കിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ആർക്ക് ഈസ് സെൽഫ് സസ്റ്റെയിനിങ്. ആർക്ക് ഈസ് സെൽഫ് സസ്റ്റെയിനിങ്. എന്താണ് ഈ സെൽഫ് സസ്റ്റെയിനിങ് എന്ന് പറയുന്ന സാധനം? അതായത് സെൽഫ് സസ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ തനിയെ അവിടെ നിലനിൽക്കാനുള്ള, സസ്റ്റെയിൻ ചെയ്ത് നിൽക്കും, തനിയെ നിലനിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ആളാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇതിങ്ങനെ നിലനിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഡാമേജ്ഡ് ആവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ എന്ത് ചെയ്യണം, അതിനെ എക്സ്റ്റിങ്ക്റ്റ് ചെയ്യണം. ആർക്കിനെ എക്സ്റ്റിങ്ഷൻ നടത്തണം, അല്ലെങ്കിൽ ആർക്കിനെ എന്ത് ചെയ്യണം, ക്വെഞ്ച് ചെയ്യണം എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ അങ്ങനെ ആർക്ക് ക്വെഞ്ച് ചെയ്യുന്ന മെത്തേഡ്സ് നമ്മൾ സ്വന്തമായിട്ട് നോക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ സപ്പോസ് പറയുകയാണെങ്കിൽ ഇവിടെ ആർക്ക് ഉണ്ടായെന്ന് വിചാരിക്കും. ആർക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ടെമ്പറേച്ചർ കൂടുതലാണ്. ടെമ്പറേച്ചർ കൂടുതലാന്ന് പറഞ്ഞാൽ അയോണൈസേഷൻ എന്ത് ചെയ്യും, കൂടും. ഓക്കെ, അപ്പോൾ അയോണൈസേഷൻ കൂടും, അങ്ങനെ ബാക്കിയുള്ള പ്രോസസ്സ് സംഭവിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ കുറച്ച് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അതിനെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ആർക്ക് ഇങ്ങനെ നിൽക്കുന്നത് ഒരു അൺഡിസൈറബിൾ സംഭവമാണ്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും കുറച്ച് കൊണ്ടുവരാനുള്ള മെത്തേഡ്സിലേക്ക് പോകണം. അതിനാണ് നേരത്തെ പറഞ്ഞ ഈ ആർക്കിംഗ് കറണ്ട് ഇവിടെ വളരെ ഇപ്പോൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് ഉപയോഗിച്ചിട്ട് ആർക്കിംഗ് റെസിസ്റ്റൻസ് കൂട്ടിയിട്ട് നിങ്ങളുടെ ആർക്കിംഗ് കറണ്ടിനെ എന്ത് ചെയ്യണം, കുറയ്ക്കണം. ക്ലിയർ? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആർക്കിനെ എക്സ്റ്റിങ്ക്റ്റ് ചെയ്യുക അല്ലെ കെടുത്തുക എന്നുള്ള ലെവലിൽ 2-3 മെത്തേഡുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് മേജർലി ആയിട്ട് അതിന് 2 മെത്തേഡ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നിങ്ങളോട് ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുത്ത മെത്തേഡ്സ് ഓഫ് യുവർ ആർക്ക് എക്സ്റ്റിങ്ഷൻ. ഓക്കെ, ആർക്ക് എക്സ്റ്റിങ്ഷൻ്റെ മെത്തേഡ്സ് ആണ്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്നുള്ളത് ഹൈ റെസിസ്റ്റൻസ് മെത്തേഡാണ്. ഓക്കെ, ഒന്നാമത്തെ മെത്തേഡാണ് ഹൈ റെസിസ്റ്റൻസ് മെത്തേഡ്. റെസിസ്റ്റൻസിൻ്റെ മെത്തേഡിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടുക. രണ്ടാമത്തെ മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സീറോ കറണ്ട് ഇൻട്രപ്ഷൻ മെത്തേഡ്. എന്താണ് നമ്മൾ ക്ലിയർ ചെയ്ത് പറയാം, ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, സീറോ കറണ്ട് ഇൻട്രപ്ഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഹൈ റെസിസ്റ്റൻസ് മെത്തേഡ്. ഈ ഹൈ റെസിസ്റ്റൻസ് മെത്തേഡ് റെസിസ്റ്റൻസ് കൂട്ടുക, ആർക്കിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടി നമ്മുടെ കയ്യിൽ കുറേ മാർഗ്ഗങ്ങളുണ്ട്. ആ മാർഗ്ഗങ്ങളാണ് ഇവിടെ താഴെ എഴുതുന്നത്. ഒന്നാമത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ലെങ്ത് ഓഫ് ആർക്ക്. ഈ ആർക്ക് ഉണ്ടാകുന്ന ലെങ്ത്തിനെ കൂട്ടുക. രണ്ടാമത്തത് റെഡ്യൂസിങ് ക്രോസ് സെക്ഷൻ ഓഫ് ആർക്ക്.
ക്രോസ് സെക്ഷൻ ഓഫ് ആർക്കിൻ്റെ ഏരിയ കുറയ്ക്കുക. മൂന്നാമത്തത് സ്പ്ലിറ്റിംഗ് ഓഫ് ആർക്കിനെ സ്പ്ലിറ്റ് ചെയ്യുക. നാലാമത്തത് കൂളിംഗ് ഓഫ് ആർക്കിനെ എന്ത് ചെയ്യുക, കൂൾ ചെയ്യുക. ക്ലിയർ? ഇതാണ് നമുക്ക് റെസിസ്റ്റൻസ് കൂട്ടാനുള്ള മെത്തേഡ്സിൽ വരുന്നത്. ഇനി സീറോ കറണ്ട് ഇൻട്രപ്ഷൻ മെത്തേഡ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ എല്ലാ ആർക്ക് ഉണ്ടാവാനും ഒരു വോൾട്ടേജ് ഉണ്ടാവുമല്ലോ അല്ലേ, ഒരു വോൾട്ടേജ് ഉള്ളതുകൊണ്ടാണ് ഈ ആർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ആർക്ക് ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ ആർക്കിന് കാരണക്കാരനായ വോൾട്ടേജിനെ എന്ത് ചെയ്യുന്ന കുറയ്ക്കുന്നു. ക്ലിയർ? ആർക്കിന് കാരണക്കാരനായ വോൾട്ടേജിനെ കുറയ്ക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീറോ കറണ്ട് ഇൻട്രപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ നമ്മുടെ കറണ്ട് എപ്പോഴും ഓരോ ഹാഫ് സൈക്കിളിലും ഒരു പോയിന്റിൽ സീറോ ആവുമല്ലോ. ഈ പോയിന്റിൽ ഇത് സീറോ ആവുമല്ലോ അല്ലേ. അപ്പോൾ ഈ പോയിന്റിൽ സീറോ ആവുന്നതിന് നമ്മൾ നാച്ചുറൽ സീറോ എന്നാണ് പറയാം. അപ്പോൾ ഈ നാച്ചുറൽ സീറോ പോയിന്റിൽ നമ്മൾ ആർക്കിനെ എന്ത് ചെയ്യണം, ഇൻറ്ററപ്റ്റ് ചെയ്യണം. ഓക്കെ, ഈ നാച്ചുറൽ സീറോ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ആർക്കിനെ എന്ത് ചെയ്യണം, നമ്മൾ ഇൻറ്ററപ്റ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ കറണ്ട് സീറോ ഇൻറ്ററപ്ഷൻ എന്ന് പറയാം. ഓക്കെ, അതായത് നമ്മളിവിടെ അയോണൈസേഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ അയോണൈസേഷൻ നടക്കുമ്പോൾ നമുക്കിവിടെ ഇലക്ട്രോൺസും അയോൺസൊക്കെ ഉണ്ടാവും. ഈ അയോൺസിനെ ഈ കറണ്ട് സീറോ അല്ലെ ഈ പോയിന്റിലെത്തുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് വൈപ്പ് ഔട്ട് ചെയ്യുക, അതിനെ പുറത്തെടുക്കുക അല്ലെങ്കിൽ വലിച്ചെടുക്കാനുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അതിനെ റിമൂവ് ചെയ്യുക. അങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അയോൺസ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വരും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആർക്കിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്ററപ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ മെത്തേഡ്. ക്ലിയർ? അത് കറണ്ട് സീറോ ഇൻട്രപ്ഷൻ മെത്തേഡാണ്. അത് ഇനിയും കുറേ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പോൾ ജസ്റ്റ് ജനറലി ആലോചിച്ച് വെക്കുക, ഈ ഒരു സീറോയിൽ നമ്മൾ ഇൻട്രപ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യുക, കറണ്ട് സീറോ ഇൻട്രപ്ഷൻ മെത്തേഡ് എന്ന് പറയാം. ആ സമയത്തുള്ള അയോൺസിനും ഇലക്ട്രോൺസിനെയൊക്കെ നമ്മൾ സംഭവം എന്ത് ചെയ്യുക, വൈപ്പ് ഔട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ പിന്നെ എന്ത് ചെയ്യില്ല, അയോണൈസേഷൻ എന്ത് ചെയ്യില്ല, ഹാപ്പൻ ചെയ്യില്ല. അപ്പം എങ്ങനെയെങ്കിലും നമ്മൾ ഈ അയോണൈസ്ഡ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുക. ഓക്കെ, റിമൂവ് ദീസ് അയോണൈസ്ഡ് പാർട്ടിക്കിൾസ്. ഈ അയോണൈസ്ഡ് പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ആർക്കിനെ ഡി അയോണൈസ് ചെയ്യുക. ആർക്കിനെ ഡി അയോണൈസ് ചെയ്ത് ദസ് ആർക്ക് എക്സ്റ്റിങ്ഷൻ ഈസ് ഡൺ. അങ്ങനെ ആർക്ക് എക്സ്റ്റിങ്ഷൻ ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ആർക്കിനെ നമുക്ക് എന്ത് ചെയ്യാം, കെടുത്താനായിട്ടുള്ള സഹായകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ സീറോ കറണ്ട് ഇൻട്രപ്ഷൻ മെത്തേഡ് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാം. ഞാൻ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ഈ ഹൈ റെസിസ്റ്റൻസ് മെത്തേഡിൻ്റെ കാര്യങ്ങളാണ്. ആർക്കിന് റെസിസ്റ്റൻസിന് എങ്ങനെയൊക്കെയാണ് കൂട്ടാൻ വേണ്ടി പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഹെഡിങ് കൊടുക്കുക ആർക്ക് റെസിസ്റ്റൻസ്. ഇനി ഈ ആർക്ക് റെസിസ്റ്റൻസ് ആണ് നമ്മുടെ മെയിൻ പോയിന്റ്, ആർക്ക് റെസിസ്റ്റൻസ്. ക്ലിയർ? അപ്പോൾ ആർക്ക് റെസിസ്റ്റൻസിൽ അല്ലെങ്കിൽ നമ്മുടെ ആർക്ക് റെസിസ്റ്റൻസ് മെത്തേഡിൽ നമുക്ക് പറയാനായിട്ടുള്ള പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ ഈ ആർക്ക് റെസിസ്റ്റൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് നമ്മുടെ കറണ്ട് അല്ലേ, കറണ്ട് ബിറ്റ്വീൻ കോണ്ടാക്ട്സ്. ഇത് ഈ കോണ്ടാക്ട്സ് സെപ്പറേറ്റ് ആകുമ്പോൾ അവിടെ ആർക്ക് ഉണ്ടാവും, അവരൊരു കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അത് കറണ്ട് ബിറ്റ്വീൻ കോണ്ടാക്ട്സ് ഡ്യൂറിങ് ദ ആർക്കിംഗ് പീരീഡ്. ഈ ആർക്കിങ്ങിൻ്റെ സമയത്തുള്ള കറണ്ട് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ദ കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദിസ് അല്ലേ, ആർക്കിംഗ് റെസിസ്റ്റൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആർക്കിംഗ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യണം, കൂടണം. ഞാൻ എ ആർക്ക് എന്ന് വിളിക്കുന്നു. ഈ ആർക്ക് എന്ത് ചെയ്യണം, കൂടണം. ഓക്കെ, അപ്പോൾ ആർക്കിംഗ് റെസിസ്റ്റൻസ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു, ടെമ്പറേച്ചർ കൂടുന്നു, അപ്പോൾ അയോണൈസേഷൻ ഹാപ്പൻ ചെയ്യുന്നു. അപ്പോൾ അയോണൈസ്ഡ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുന്നു അല്ലേ. അപ്പോൾ ആർക്ക് റെസിസ്റ്റൻസ് കൂട്ടുമ്പോൾ കൂട്ടുക, എങ്ങനെ കൂട്ടുക എന്ന് പറഞ്ഞാൽ വിത്ത് ഡിക്രീസ് ഇൻ അയോണൈസ്ഡ് പാർട്ടിക്കിൾസ്. അയോണൈസ്ഡ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറച്ചുകൊണ്ട് ആർക്ക് റെസിസ്റ്റൻസിനെ കൂട്ടുക. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് അയോണൈസ്ഡ് പാർട്ടിക്കിൾസ്, അയോണൈസ്ഡ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറച്ചിട്ട് നമുക്ക് ആർക്ക് റെസിസ്റ്റൻസിനെ കൂട്ടുക. അത് ഒന്നാമത്തെ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആർക്കിംഗ് റെസിസ്റ്റൻസും നമ്മുടെ അയോണൈസ്ഡ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം, അതിന് ഞാൻ നമ്പർ ക്യാപിറ്റൽ എൻ എന്ന് വിളിക്കുന്നു. ആ ക്യാപിറ്റൽ എൻ, നമ്പർ ഓഫ് അയോണൈസ്ഡ് പാർട്ടിക്കിൾസ് കൂട്ടിയിട്ട് നമ്മൾ
നമ്പർ ഓഫ് അയണൈസ്ഡ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറച്ചിട്ട് നമ്മൾ ആർക്കിംഗ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു, കൂട്ടുന്നു. ക്ലിയർ. ഇനി വേറൊരു മെത്തേഡാണ് നമ്മൾ ലെങ്ത് ഓഫ് ആർക്ക് കൂട്ടുക. അതായത് ആർക്ക് റെസിസ്റ്റൻസ് കൂട്ടാനുള്ള മെത്തേഡാണ് ആർക്ക് റെസിസ്റ്റൻസ് പ്രപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ആർക്കാണ്. ആ ലെങ്ത്ത് കൂട്ടിയിട്ട് ആർക്ക് റെസിസ്റ്റൻസ് കൂട്ടുക. അതിൻ്റെ കാരണം എന്താ, ആർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A അല്ലേ, ശരിയല്ല? അപ്പം ആറും എല്ലും എന്താണ്, പ്രപ്പോർഷണലാണ്. ഓക്കെ. ഇനി അതുപോലെ ആർക്ക് റെസിസ്റ്റൻസ് കൂട്ടാനുള്ള അടുത്ത മെത്തേഡാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ത് ചെയ്യുക, കുറയ്ക്കുക. അപ്പോൾ ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ആറും ഏരിയ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് റെസിസ്റ്റൻസിനെ കൂട്ടാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ നമ്പർ ഓഫ് അയണൈസ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ നമ്പർ ഓഫ് അയണൈസ്ഡ് പാർട്ടിക്കിൾസ് ഈ എന്നിനെ നമുക്ക് ഒരു പേരിട്ട് കൂടി വിളിക്കാം. ഇതാണ് ചാർജ് കോൺസെൻട്രേഷൻ. ഓക്കെ. എത്രമാത്രം അയണൈസ്ഡ് പാർട്ടിക്കിൾ ഉണ്ടാവുമോ അത്രത്തോളം ചാർജ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത്രത്തോളം ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അത്രത്തോളം അയണൈസ്ഡ് പാർട്ടിക്കിൾ ഉണ്ടാവും, അത്രത്തോളം ആർക്ക് ഉണ്ടാവും. അപ്പോൾ ആ ചാർജ് കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നത് വഴി അയോണൈസ്ഡ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറയും. അങ്ങനെ നമുക്ക് ആർക്കിനെ എന്ത് ചെയ്യാം, കുറയ്ക്കാം അല്ലേ. അങ്ങനെ ആർക്കിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് റെസിസ്റ്റൻസ് കൂടുക. അപ്പോൾ അയണൈസ്ഡ് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിൻ്റെ റെസിസ്റ്റൻസ് ഓട്ടോമാറ്റിക്കലി കൂടിക്കോളും. ക്ലിയർ. അപ്പോൾ ഈ എൻ എന്ന് പറയുന്നത് ചാർജ് കോൺസെൻട്രേഷൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. അറ്റ് ദ സെയിം ടൈം അത് തന്നെയാണ് നമ്മുടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്നും ഓർക്കുക. ക്ലിയർ. ഇനി എന്തിനാണ് ഈ ചാർജ് കോൺസെൻട്രേഷൻ എന്നുള്ള ഫിനോമിന പറയുന്നത് വെച്ചാൽ, നിങ്ങൾക്കറിയാം ആർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A അല്ലേ. റോയും സിഗ്മയും തമ്മിലുള്ള റിലേഷൻ എന്താ, റോ ഈക്വൽ ടു 1/σ. സിഗ്മ എന്ന് പറയുന്ന ആളാരാണ്, സിഗ്മ ഈസ് നത്തിങ് ബട്ട് യുവർ കണ്ടക്ടിവിറ്റി. സിഗ്മ എന്ന് പറയുന്ന ആളാരാണ്, കണ്ടക്ടിവിറ്റി. അപ്പോൾ നമുക്ക് പറയാം ആ റോന് പറഞ്ഞാൽ 1/σ എന്ന് എഴുതുന്നു. അപ്പോൾ 1/σ ഇൻറ്റു L/A ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ 1/σ ഇൻറ്റു L/A. ഈ കണ്ടക്ടിവിറ്റി എന്തിന് പ്രപ്പോർഷണലാന്ന് പറഞ്ഞാൽ, ദിസ് കണ്ടക്ടിവിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു യുവർ ചാർജ് കോൺസെൻട്രേഷൻ. ക്ലിയർ. അപ്പോൾ കണ്ടക്ടിവിറ്റി സിഗ്മ ഈസ് പ്രപ്പോർഷണൽ ടു N എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. കണ്ടക്ടിവിറ്റിയും ചാർജ് കോൺസെൻട്രേഷനും പ്രപ്പോർഷണലാണ്. അപ്പോൾ ചാർജ് കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ചാർജ് കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി കുറയും. കണ്ടക്ടിവിറ്റി കുറഞ്ഞാൽ ആർക്ക് റെസിസ്റ്റൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടാൻ വേണ്ടി സാധിക്കും. ഓക്കെ. ഇത് എങ്ങനെയാണ് ഈ സിഗ്മയും എന്നും വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു ഫോർമുല അറിയാമോ, സിഗ്മ ഈക്വൽ ടു N ഇൻറ്റു ഇ ഇൻറ്റു മ്യൂ. ഓർക്കുന്നുണ്ടോ, N ഇൻറ്റു ഇ ഇൻറ്റു മ്യൂ. അതിൽ N എന്ന് പറഞ്ഞാൽ ചാർജ് കോൺസെൻട്രേഷനും ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജും മ്യൂ എന്ന് പറഞ്ഞാൽ മൊബിലിറ്റിയാണ്. ഓക്കെ. നമ്മൾ സെമി കണ്ടക്ടേഴ്സിലെ ഫിനോമിനയാണ്. അങ്ങനെയാണ് നമ്മൾ സിഗ്മ പ്രപ്പോർഷണൽ ടു N എന്നുള്ള ലെവലിലേക്ക് വരുന്നത്. ഓക്കെ. അങ്ങനെയാണ് നമ്മൾ ആർക്ക് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നത്, കൂട്ടുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഇഫ് യുവർ നമ്പർ ഓഫ് ചാർജ്ഡ് അയണൈസ്ഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ചാർജ് കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ സിഗ്മ എന്ത് ചെയ്യും, കൂടും. സിഗ്മ കൂടിയ ആർക്കിൻ്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ആർക്കിൻ്റെ റെസിസ്റ്റൻസ് കുറയും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യണം, ആർക്ക് റെസിസ്റ്റൻസ് കുറയലല്ല നമ്മുടെ ഡ്യൂട്ടി, ആർക്ക് റെസിസ്റ്റൻസ് കൂട്ടലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ചാർജിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുക, അങ്ങനെ സിഗ്മ കുറയ്ക്കുക, അങ്ങനെ ആർക്കിൻ്റെ റെസിസ്റ്റൻസിന് എന്ത് ചെയ്യുക, കൂട്ടുക. ക്ലിയർ. അപ്പോൾ ഇതും ഒരു കാര്യമാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ കണ്ടക്ടിവിറ്റി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക്, അതായത് ചാർജ് കോൺസെൻട്രേഷൻ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടക്ടിവിറ്റി കുറയ്ക്കാം, അങ്ങനെ ആർക്കിൻ്റെ റെസിസ്റ്റൻസിനെ കൂട്ടാം. ഓക്കെ. അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സെൽഫ് സസ്റ്റെയിനിങ് ആണെന്നും പറഞ്ഞിരുന്നു അല്ലേ. സെൽഫ് സസ്റ്റെയിനിങ് നമുക്ക് ഇതുമായിട്ട് വെച്ച് അനലൈസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ആർക്ക് കൂടുക എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുതലാണ്. ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ഞാൻ പറഞ്ഞു അയോണൈസേഷൻ എന്ത് ചെയ്യലാണ്, കൂടുതലാണ് അല്ലേ. അപ്പോൾ അയോണൈസേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ സിഗ്മ കൂടുതലാണ് അല്ല. അയോണൈസേഷൻ കൂടുതൽ വെച്ചാൽ ചാർജ് പാർട്ടിക്കിൾസ് ചാർജ് കോൺസെൻട്രേഷൻ കൂടുതലാണ്, സിഗ്മ കൂടുതലാണ്. സിഗ്മ കൂടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. ശരിയല്ല. റെസിസ്റ്റൻസ് കൂടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കറണ്ട് എന്ത് ചെയ്യുന്നു, കൂടുന്നു. കറണ്ട് കൂടുക എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ പിന്നെയും എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഈ റെസിസ്റ്റൻസിനെ എന്ത് ചെയ്യണം, റെസിസ്റ്റൻസ് ഇവിടെ കുറയുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസിനെ കൂട്ടിയാൽ മാത്രമേ ഈ ആർക്കിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുറയ്ക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ശരിയല്ലേ. കാരണം ഇത് പ്രകാരം ഇങ്ങനെ ആർക്ക് കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടി അയണൈസേഷൻ കൂടി കണ്ടക്ടിവിറ്റി കൂടി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയുക ചെയ്യുക.
റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പിന്നെയും കൂടി ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആർക്ക് റെസിസ്റ്റൻസിന് എന്ത് ചെയ്യണം, കൂട്ടണം. ആർക്ക് റെസിസ്റ്റൻസിനെ കൂട്ടണമെങ്കിൽ കണ്ടക്ടിവിറ്റി കുറച്ച് നമ്പർ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ കുറയ്ക്കാനുള്ള മെത്തേഡിലേക്ക് നമ്മൾ പോയേ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പം ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളതിൻ്റെ മെത്തഡോളജി ആയിട്ട് പറയുന്നത്. ഇനി ഈ പറഞ്ഞ ആർക്ക് ശരിക്ക് ആർക്കിനെ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം പറയാം. അതായത് നമ്മുടെ ആർക്ക് റെസിസ്റ്റൻസ്, പിന്നെ ലെങ്ത്തും ക്രോസ് സെക്ഷനും പറഞ്ഞു. എന്താണ് ഈ സ്പ്ലിറ്റിംഗ് ഓഫ് ആർക്ക്? അതവിടെ ജസ്റ്റ് എഴുതിയുള്ളൂ. എന്താണ് സ്പ്ലിറ്റിംഗ് ഓഫ് ആർക്ക്? ആർക്കിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു അല്ലേ? അതായത് ഇപ്പോൾ സപ്പോസ് ഒരു വലിയൊരു ആർക്കാണെന്ന് വിചാരിക്കുക, അതിന് എന്തെങ്കിലും ഒരു പ്രോസസ്സ് വെച്ച് ആർക്കിനെ സ്മോൾ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുക. ഓക്കെ, അങ്ങനെ സ്മോൾ പാർട്ടിക്കിൾസ് ആക്കി കഴിഞ്ഞാൽ ആർക്കിൻ്റെ വലുപ്പം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് അതിനെ എക്സ്റ്റിങ്ക്റ്റ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് സ്പ്ലിറ്റിംഗ് ഓഫ് ആർക്ക് എന്ന് പറഞ്ഞാൽ അതാണ് പരിപാടി. അടുത്ത കൂളിംഗ് ദ ആർക്ക്. എങ്ങനെയെങ്കിലും ഈ ചൂടായി നിൽക്കുന്ന ആർക്കിനെ എന്ത് ചെയ്യുക, കൂൾ ചെയ്യുക. സം മീൻസ് അതിനാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമർ ഓയിൽ എന്നൊക്കെ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വെച്ച് എന്ത് ചെയ്യുക, നമ്മുടെ ആർക്കിനെ എന്ത് ചെയ്യുക, കൂൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കൂളിംഗ് അല്ലെങ്കിൽ നമ്മുടെ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ആർക്കിനെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ സ്മോളർ പാർട്ടിക്കിൾസ് സ്പ്ലിറ്റ് ചെയ്യുക. കൂളിംഗ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, കൂൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ കൂൾ ചെയ്യാൻ ടെമ്പറേച്ചർ കുറയ്ക്കുകയല്ലേ. അപ്പോൾ കൂൾ ചെയ്യാന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കുറയും. ടെമ്പറേച്ചർ കുറയുമ്പോൾ ആര് കുറയും, നമ്മുടെ അയോണൈസേഷൻ കുറയും. അയോണൈസേഷൻ കുറയുക എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ കോൺസെൻട്രേഷൻ കുറയും. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയും, സിഗ്മ കുറയുമ്പോൾ ആർക്കിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടാം. മനസ്സിലായി? അങ്ങനെയാണ് കൂളിംഗ് ദ ആർക്ക് എന്ന് പറയുന്ന ഫിനോമിനനും. എല്ലാതും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ആർക്കിൻ്റെ ലെങ്ത്തൊക്കെ കൂട്ടുക എന്ന് പറഞ്ഞില്ലേ, ഈ ആർക്കിൻ്റെ ലെങ്ത്ത് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ലെങ്തനിങ് പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ ലെങ്തിങ് പ്രോസസ്സ് നടക്കുക എന്ന് വെച്ചാൽ ആർക്ക് ലെങ്ത്ത് കൂട്ടുക വെച്ചാൽ പൈസ കൂടും. ശരിയല്ല? അപ്പോൾ ഇതൊന്നും ഒരു എക്കണോമിക്കൽ മെത്തേഡല്ല, ഇതൊക്കെ ഒരു അൺഎക്കണോമിക്കൽ മെത്തേഡുകളാണ്. അതുപോലെ തന്നെ അപ്പോൾ അൺഎക്കണോമിക്കൽ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത മെത്തേഡ്സിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അതാണ് ഈ കറണ്ട് സീറോ ഇൻട്രപ്ഷൻ മെത്തേഡിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ക്ലിയർ? കറണ്ട് സീറോ ഇൻട്രപ്ഷൻ മെത്തേഡിൻ്റെ ഇമ്പോർട്ടൻസ് അതിൻ്റെ അകത്തു നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഫോൾട്ട് ക്ലിയറിംഗ് ടൈം, നമ്മളുടെ സർക്യൂട്ട് ബ്രേക്കറിലെ ഒരു ഫോൾട്ട് ക്ലിയറിംഗ് ടൈം എന്ന് പറയുന്നത് ഫോൾട്ട് ക്ലിയറിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഞാനൊരു 3 ഇത് വരയ്ക്കാം, ഇൻസ്റ്റൻറ്റ് വരയ്ക്കാം. ഈ ഇൻസ്റ്റൻറ്റ് ബേസ് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. അതായത് നമ്മളൊരു 3 ഇൻസ്റ്റൻറ്റിലാണ് പരിപാടി നടക്കുന്നത്. മൊത്തത്തിലുള്ള ജനറൽ പ്രിൻസിപ്പിൾ പറയുന്നതാണ്. അതായത് ഇവിടെ റിലേ എന്ത് ചെയ്യുന്നു, സെൻസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ സെൻസിങ് ഓഫ് റിലേ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ സർക്യൂട്ട് ബ്രേക്കർ എന്താവുന്നു, ഓപ്പണിംഗ് ആവുന്നു. അപ്പോൾ ഓപ്പണിംഗ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ, പിന്നെ ആർക്കിൻ്റെ എന്ത് ചെയ്യുന്നു, ഇൻട്രപ്ഷൻ നടക്കുന്നു. ഓക്കെ, അപ്പം ജനറലി ഞാനത് മൊത്തത്തിലൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഫോൾട്ട് ക്ലിയറിംഗ് ടൈം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 പ്രോസസ്സ് കൂടിയതെന്ന് ഓർത്താൽ മതി. അത് റിലേ സെൻസ് ചെയ്യാനുള്ള സമയം, അതുപോലെ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ചെയ്യാനുള്ള സമയം, അതുപോലെ തന്നെ ആർക്ക് ഇൻട്രപ്റ്റ് ചെയ്യാനുള്ള സമയം. ഈ മൊത്തം 3 സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോൾട്ട് ക്ലിയറിംഗ് ടൈം എന്നുള്ള ലെവലിൽ പറയുന്നത്. ക്ലിയർ? അതൊന്ന് ഓർത്ത് വെച്ചാൽ മതിയാവും. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കറണ്ട് സീറോ ഇൻട്രപ്ഷൻ മെത്തേഡ്. ഓക്കെ, അത് നമുക്കങ്ങനെ വെറുതെ പറഞ്ഞു പോകാൻ പറ്റില്ല. അതിൽ കുറേ കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് നോക്കണം. അതോടൊപ്പം തന്നെ ഈ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കുറേ ടേമുകളുണ്ട്, അതുപോലെ തന്നെ കുറേ വോൾട്ടേജുകളുമുണ്ട്. ഓക്കെ, അപ്പോൾ ആ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്ത് പോകണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഹെഡിങ് കൊടുക്കുക, കറണ്ട് സീറോ ഇൻട്രപ്ഷൻ മെത്തേഡ്. കറണ്ട് സീറോ ഇൻട്രപ്ഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കറണ്ട് സീറോ ഇൻട്രപ്ഷൻ മെത്തേഡിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു സാധാരണ നമ്മൾ ഈ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഒരു ഇക്വലന്റ് സർക്യൂട്ട് വരക്കുവാണെങ്കിൽ അതിലെന്തൊക്കെ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു R, ഒരു L, ഒരു C, R, L, C. ഇവിടെയാണ് നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ.
ക്ലിയർ? അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഫോൾട്ട് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും എലമെൻറ്റുകളാണ് വരുന്നത്. അപ്പോൾ ഇത്രയും എലമെൻറ്റുകൾ വരുമ്പോൾ നമുക്ക് വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മൾ ഇവിടുത്തെ ഒരു വോൾട്ടേജ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ശരിക്കും നമ്മളെല്ലാ സ്ഥലത്തും നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ ഈ റെസിസ്റ്റൻസ് നമ്മളങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യാറാണ് പതിവ്. ഓക്കെ, റെസിസ്റ്റൻസ് നെഗ്ലക്റ്റ് ചെയ്യുക വെച്ചാൽ നമ്മൾ റെസിസ്റ്റൻസ് ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എല്ലും സിയും മാത്രമേ നമ്മുടെ സർക്യൂട്ടുകളിൽ വരുള്ളൂ. ഓക്കെ, എല്ലും സിയും ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ടാവും, എല്ലും സിയും മാത്രമേ നമ്മുടെ സർക്യൂട്ടിൽ വരുന്നുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ക്ലിയർ? അപ്പോൾ ഈ എല്ലും സിയും മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു അതായത് നമ്മളൊരു ഹാഫ് സൈക്കിൾ എടുക്കുകയാണെന്ന് വിചാരിക്കും. നമ്മൾ ഈ ഹാഫ് സൈക്കിൾ ഈ സ്ഥലത്താണ് നമ്മൾ ഇൻട്രപ്റ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് കറണ്ട് 0 അല്ലേ? ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആർക്കിന് ഇൻട്രപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ആർക്കിന് ഇൻട്രപ്റ്റ് ചെയ്യുന്നതിന് പിന്നെയുള്ള കറണ്ടൊക്കെ എന്തായിരിക്കും? 0 ആയിരിക്കും. ശരിയല്ല? അപ്പം ഇതാണ് നമ്മുടെ പ്രോസസ്സ്, കറണ്ട് 0 പ്രോസസ്സ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി എന്താണ് അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ പ്ലേറ്റുകൾ സെപ്പറേറ്റ് ആവുമ്പോൾ നിങ്ങളുടെ പ്ലേറ്റ്സ് സെപ്പറേറ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ അതൊരു കപ്പാസിറ്റർ പോലെയാണ് ബിഹേവ് ചെയ്യുക. ഓക്കെ, അതൊരു കപ്പാസിറ്റർ പോലെയാണ് എന്ത് ചെയ്യുന്നത്? ബിഹേവ് ചെയ്യുക. കപ്പാസിറ്റർ എന്ന് നമുക്കറിയാം ഡയലക്ട്രിക് ആണ് അല്ലേ? അപ്പം ഫോൾട്ട് ഒക്കെ കഴിയുമ്പോൾ ഈ സർക്യൂട്ട് ബ്രേക്കർ എന്താ ഒരു കപ്പാസിറ്റർ പോലെ എന്ത് ചെയ്യാം? ബിഹേവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഫോൾട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഞാൻ അതിനെ ഐ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഒരു ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും, അതിനെ ഐ എന്ന് വിളിക്കുന്നു. അപ്പോൾ ആർക്കിനെ നമ്മൾ ഈ ഐ കറണ്ടിൽ ഇൻട്രപ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. ആർക്കിനെ ഈ കറണ്ടിൽ ഇൻട്രപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ കറണ്ട് എന്താവും? 0 ആവും അല്ലേ? ആർക്കിനെ ഈ ഹൈ കറണ്ടിനെ നമ്മൾ ഈ കറണ്ട് ഐനെ നമ്മൾ ആർക്കിനെ നമ്മൾ ഇൻട്രപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് എന്താവും? 0 ആവും. ഓക്കെ, അങ്ങനെ കറണ്ട് 0 ആവുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഫിനോമിന എന്നുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, എന്താണ് ഫിനോമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഓൾറെഡി നമ്മൾ ആറിനൊക്കെ ഒഴിവാക്കി. അതായത് ആറിലെ എന്ത് ചെയ്യില്ല? എനർജി ലോസുകളൊന്നും ഡിസിപ്പേറ്റ് ചെയ്യാനുള്ള സാധ്യത ഇല്ല അല്ലേ? ആറിലെ എനർജി ലോസ് ഒന്നും ഡിസിപ്പേറ്റ് ചെയ്യുന്നില്ല. എല്ലാതും ഏതിലെ മാത്രമേ ഉള്ളൂ? എല്ലും സിയിലും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ എല്ലും സിയിലും മാത്രം ആണ് വരുമ്പോൾ എന്താ സംഭവിച്ചാൽ കറണ്ട് ഇവിടെ 0 ആണ് അല്ലേ? കാരണം നമ്മളിവിടെ ഇൻട്രപ്റ്റ് ചെയ്തു, കറണ്ട് എന്താണ്? 0 ആയി. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇങ്ങനത്തെ ഒരു LC സർക്യൂട്ടിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്ലോസ് സർക്യൂട്ടാണല്ലോ അല്ലേ? അപ്പോൾ ഈ LC സർക്യൂട്ടിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന കംപ്ലീറ്റ് എനർജി എങ്ങോട്ടേക്ക് പോവും? കപ്പാസിറ്ററിലേക്ക് പോവും. ക്ലിയർ? കാരണം ഡിസിപ്പേറ്റ് ചെയ്യാൻ ആറില്ല. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങളുടെ ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന കംപ്ലീറ്റ് എനർജി എങ്ങോട്ടേക്ക് പോവും? കപ്പാസിറ്ററിലേക്ക് പോവും. അപ്പോൾ എനർജി ട്രാൻസ്ഫർ നടക്കും. എവിടെ നിന്ന്? ഇൻഡക്ടറിൽ നിന്ന് കപ്പാസിറ്ററിലേക്ക്. ഓക്കെ, അപ്പോൾ അതാണ് പോയിന്റ്. എനർജി ട്രാൻസ്ഫർ നടക്കും എവിടെ നിന്ന്? ഇൻഡക്ടറിൽ നിന്ന് കപ്പാസിറ്ററിലേക്ക്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്ററിലെ ഇൻഡക്ടറിലെ എനർജി കംപ്ലീറ്റ് എങ്ങോട്ടേക്ക്? കപ്പാസിറ്ററിലേക്ക് പോകും. അതായത് അവിടെ ഒരു എനർജി എന്താവും? മൊത്തത്തിലുള്ള എനർജി എന്താവും? അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആവും. എനർജി എന്താവും? കോൺസ്റ്റൻ്റ് ആവും. ഓക്കെ, അപ്പോൾ ആർക്ക് ഇൻ്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഈ പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് നിങ്ങളുടെ സ്റ്റോർഡ് എനർജി എന്താവും? ഈക്വൽ ആവും. ഓക്കെ, സ്റ്റോർഡ് എനർജി ഈക്വൽ ആവെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡക്ടറിൻ്റെ എനർജി എന്താ? ഹാഫ് LI² ആണ്. ശരി, നിങ്ങളുടെ കപ്പാസിറ്റർ എനർജി എന്താ? ഹാഫ് CV² ആണ്. ശരിയല്ലേ? ഇതിനാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്തതിന് യു വിൽ ബി ഗെറ്റിംഗ് നമ്മൾ വോൾട്ടേജിൻ്റെ ടേംസിൽ എഴുതുവാണെങ്കിൽ വോൾട്ടേജ് V is equal to I into √L/C. ഇത്തരത്തിലുള്ളൊരു ഫോർമുലയാണ് നമുക്ക് എവിടെ വരിക? I into √L/C എന്നുള്ള ലെവലിലാണ് വരിക. അതായത് നിങ്ങളുടെ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ അകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ അകത്ത് നമുക്കൊരു വോൾട്ടേജ് വരും. ഓക്കെ, അപ്പോൾ ആ വോൾട്ടേജ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വോൾട്ടേജിന് ഒരു പേരുണ്ട്, ഞാനത് പറയാം. ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ ഓക്കെ. അപ്പോൾ ഇവിടെ രണ്ട് കൺസെപ്റ്റാണ് വരുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോക്കി വയ്ക്കുക.
അതായത് ഇതാണ് നിങ്ങളൊരു ഗ്രാഫ് എന്ന് വിചാരിച്ചു. ഇവിടെ നിങ്ങളുടെ പറഞ്ഞ ഫോൾട്ട് കറണ്ട് ഐ ഓഫ് ടി. ക്ലിയർ? ഞാൻ ഇവിടെ ഒരു വോൾട്ടേജ് എഴുതി, വോൾട്ടേജിന് ഒരു പേരുണ്ട്, ഞാനിപ്പോൾ പറയുന്നില്ല, ഞാനിപ്പോൾ പറയാം. അതായത് നിങ്ങളുടെ കറണ്ടിനെ രണ്ട് തരത്തിൽ ഇൻറ്ററപ്റ്റ് ചെയ്യാം. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കറണ്ട് ഇവിടെ ഈ സ്ഥലത്ത് അല്ലെങ്കിൽ നമുക്ക് ഈ സ്ഥലത്ത് ഇൻറ്ററപ്റ്റ് ചെയ്യാം. അതായത് ഇവിടെ കറണ്ട് എന്തല്ല, ഇവിടെ കറണ്ട് എന്താണ്, ഈ ഏരിയയിൽ ഇവിടെ കറണ്ട് 0 ആണ്. പക്ഷേ ഇവിടെ കറണ്ട് 0 ആണോ? അല്ലല്ലോ. ഈ 0 ഇൻറ്ററപ്ഷൻ മെത്തേഡ് നമുക്കറിയാം. ഇനി ഈ കറണ്ട് ഇവിടെ എന്തല്ല, 0 അല്ല, ശരിയല്ലേ? അപ്പോൾ ആർക്ക് ഇൻറ്ററപ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നോൺ സീറോ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു വോൾട്ടേജ് നമുക്ക് ക്രിയേറ്റ് ആവുന്നു അല്ലേ. വി ഈസ് ഈക്വൽ ടു എന്താണ്, I × √L/C. അത് എന്തിനാണ്? എനർജി കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ എൻ്റയർ ഇൻഡക്റ്റീവ് എനർജി ഏതിലേക്ക് പോകും? കപ്പാസിറ്റീവ് എനർജിയിലേക്ക് പോകും. അപ്പോൾ if യുവർ ആർക്ക് ഈസ് ഇൻറ്ററപ്റ്റഡ്, നമ്മൾ 0 അല്ലാതെ നമ്മൾ നോൺ സീറോയിൽ ആർക്കിനെ ഇൻറ്ററപ്റ്റ് ചെയ്യുവാണെങ്കിൽ, ഇഫ് യുവർ ആർക്ക് ഈസ് ഇൻറ്ററപ്റ്റഡ് അറ്റ് നോൺ സീറോ, നമ്മൾ നോൺ സീറോയിലാണ് ആർക്കിനെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പുതിയൊരു വോൾട്ടേജ് വരും. അതിൻ്റെ പേരാണ് പ്രോസ്പെക്റ്റീവ് വോൾട്ടേജ്. അതിൻ്റെ പേരാണെന്ത്? പ്രോസ്പെക്റ്റീവ് വോൾട്ടേജ്. അപ്പോൾ ആർക്ക് നോൺ സീറോയിലാണ് ഇൻറ്ററപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ പുതിയൊരു വോൾട്ടേജ് വരും, പ്രോസ്പെക്റ്റീവ് വോൾട്ടേജ്. ഇതും കൂടി എവിടെ അപ്പിയർ ചെയ്യും? സി ബിൻ്റെ അക്രോസ് അപ്പിയർ ചെയ്യും. സോ ദ പ്രോസ്പെക്റ്റീവ് വോൾട്ടേജ് ഓൾസോ അപ്പിയേഴ്സ് അക്രോസ് ദ സി ബി. ക്ലിയർ? സാധാരണഗതിയിൽ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഇവിടെ കറണ്ട് 0 ആവുന്ന സമയത്ത് നിങ്ങളുടെ ഈ സി ബിൻ്റെ അക്രോസ് ഏത് വോൾട്ടേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഇവിടെ കപ്പാസിറ്ററിൻ്റെ അക്രോസ് എത്ര വോൾട്ടേജ് ഉണ്ടായോ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ കറണ്ട് നോൺ സീറോയിലാണ് ഇൻറ്ററപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പുതിയൊരു വോൾട്ടേജ് വരുന്നു. അതിൻ്റെ പേരാണെന്ത്? പ്രോസ്പെക്റ്റീവ് വോൾട്ടേജ്. ക്ലിയർ? അപ്പം മനസ്സിലാക്കുക, ഇവിടെ കറണ്ട് 0 ആണെങ്കിൽ അല്ലെങ്കിൽ ആർക്ക് ഇൻറ്ററപ്ഷൻ ഇഫ് കറണ്ട് ഈസ് 0, നിങ്ങളുടെ വി സി ബി ഇവിടെ എഴുതി വയ്ക്കാം. ഇഫ് I = 0, നിങ്ങളുടെ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓക്കെ. അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ എന്ത് വരുന്നു പറഞ്ഞു? പ്രോസ്പെക്റ്റീവ് വോൾട്ടേജ് വരുന്നു പറഞ്ഞു, ശരിയല്ലേ? അങ്ങനെ പ്രോസ്പെക്റ്റീവ് വോൾട്ടേജ് വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, ഇഫ് സപ്പോസ് നമ്മൾ ഹൈ വോൾട്ടേജ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയെന്ന് വിചാരിക്കും. ഹൈ വോൾട്ടേജ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ E = V/D ആണല്ലോ. അപ്പോൾ ഹൈ വോൾട്ടേജ് പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? കൂടും. ഈ ഇലക്ട്രിക് ഫീൽഡ് നമ്മുടെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്തിനെക്കാട്ടിയും കൂടിയാൽ, ഞാൻ പറഞ്ഞു ഹൈ ഇലക്ട്രിക് സ്ട്രെങ്ത്തിനെക്കാട്ടിയും കൂടിയാൽ ഡൈഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യും, ശരിയല്ലേ? അങ്ങനെ ഡൈഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ ഒക്കർ ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയേണ്ടി വരും ആ സ്ഥലത്ത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇൻ ദാറ്റ് പ്ലേസ് ദ ആർക്ക് വിൽ റീസ്ട്രൈക്ക്. ആർക്ക് എന്ത് ചെയ്യും? അഗെയിൻ റീസ്ട്രൈക്ക് ചെയ്യും. നമ്മൾ ഈ മെത്തേഡ് ചെയ്തത് ആർക്ക് റീസ്ട്രൈക്ക് ചെയ്യാനായിരുന്നില്ല. നമ്മൾ എന്തിനാണ് ചെയ്തത്? ഇവിടെ കറണ്ട് 0 ആകുമ്പോൾ ആർക്കിനെ എക്സ്റ്റിങ്ക്റ്റ് ചെയ്യാനാണ് ചെയ്തത്. പക്ഷേ കറണ്ട് നമ്മൾ നോൺ സീറോയിൽ ഇൻറ്ററപ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ പുതിയൊരു വോൾട്ടേജ് വരുന്നു. അത്തരത്തിൽ ആ ആർക്കിന് എന്ത് ചെയ്യുന്നു? പിന്നെയും റീസ്ട്രൈക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, പിന്നെയും വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ക്ലിയർ? അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ നോൺ സീറോ സമയത്ത് നമ്മുടെ സാധാരണഗതിയിൽ ഈ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് മാത്രമല്ല, ഒരു പ്രോസ്പെക്റ്റീവ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പുതിയൊരു വോൾട്ടേജും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു വരുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ 2 വോൾട്ടേജ് ആയാലും നമ്മൾ റീസ്ട്രൈക്കിംഗ് ആയാലും പ്രോസ്പെക്റ്റീവ് ആയാലും ഒക്കെ എന്ത് തന്നെയാണ്? റീസ്ട്രൈക്കിംഗ് വോൾട്ടേജിൻ്റെ കാര്യം ഞാൻ അവിടെ പിന്നെ പറയാം. ഇപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, ഇവിടെ ആർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റീസ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നോട്ടിലാക്കുക. പ്രോസ്പെക്റ്റീവ് വോൾട്ടേജ് ഒക്കർ ചെയ്യുവാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ആർക്ക് പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. ആർക്ക് അഗെയിൻ റീസ്ട്രൈക്സ്. ക്ലിയർ? ഇതാണ് നമ്മുടെ ഈ ഒരു കൺസെപ്റ്റ്, പ്രോസ്പെക്റ്റീവ് വോൾട്ടേജിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടുത്തെ നെറ്റ് വോൾട്ടേജ് നിങ്ങളുടെ I ≠ 0 ആകുമ്പോൾ നെറ്റ് വോൾട്ടേജ് ആകുമ്പോൾ, അതായത് നമ്മുടെ VCB, ഇപ്പോൾ നമ്മൾ കറണ്ട് 0 ആണ് ഉള്ളതെങ്കിൽ നമ്മൾ ഈ VCBനെ വിളിക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ട്രാൻസിയൻറ്റ് വോൾട്ടേജ് ആണ്.
കാരണം ഒരു മൊമെൻറ്റിൽ കിട്ടുന്ന വോൾട്ടേജ് മാത്രമേ ഉള്ളൂ. പക്ഷേ വെൻ ഐ നോട്ട് ഈക്വൽ ടു 0, ഐ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ നിങ്ങളുടെ സർക്യൂട്ട് ബ്രേക്കറിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസിയൻറ്റ് വോൾട്ടേജും ഉണ്ടാവും, അതുപോലെ തന്നെ വി പിയും ഉണ്ടാവും. ഇവിടെ ഞാൻ ഇതിനെ വി പി എന്ന് പറയാം, പ്രോസ്പെക്റ്റീവ് വോൾട്ടേജ്. വി പിയും കൂടി കറണ്ട് നോൺ സീറോ ആകുമ്പോൾ ഉണ്ടാവും. മനസ്സിലായില്ല? അതൊരു നല്ല കാര്യമല്ല. നമുക്ക് എങ്ങനെയാണ് അത് ക്ലിയർ ചെയ്യുന്നതൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇതിൻ്റെ കൂടെ കറണ്ട് നോൺ സീറോയാണ് ഇൻട്രപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയൊരു വോൾട്ടേജും കൂടി വരും. അതിനാണ് നമ്മൾ പ്രോസ്പെക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായോ? അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഐ 0 ആണെങ്കിൽ നമ്മളുടെ വി പി എന്ത് തന്നെയായിരിക്കും? 0 ആയിരിക്കും. പക്ഷേ ഇവിടെ ഐ 0 അല്ലെങ്കിൽ അവിടെ ഒരു വി പി ഉണ്ടാവും. ആ പ്രോസ്പെക്റ്റീവ് വോൾട്ടേജ് കാരണം പിന്നെയും ആർക്ക് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? റീസ്ട്രൈക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ? ഇതാണ് നമ്മുടെ ഒരു കറണ്ട് സീറോ ഇൻട്രപ്ഷൻ മെത്തേഡിലെ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കാം, ഇങ്ങനെ ഇഫ് കറണ്ട് ഈസ് നോട്ട് ഇൻട്രപ്റ്റിംഗ്, അല്ലെങ്കിൽ ഇഫ് യുവർ ആർക്ക് ഈസ് ഇൻട്രപ്റ്റഡ് നോൺ സീറോയിൽ ആർക്ക് ഇൻട്രപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ വോൾട്ടേജുകൾ എന്ന് പറഞ്ഞാൽ ട്രാൻസിയൻറ്റ് വോൾട്ടേജ് പ്ലസ് വി പി വരും. ആ ആർക്ക് ഇൻട്രപ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രോസ്പെക്റ്റീവ് വോൾട്ടേജ് എന്ന് എടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക എത്രയാണ്? ഐ ഇൻറ്റു √L/C ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫിനോമിന. ഇത് സ്ഥിരമായിട്ട് പേപ്പറിലും കാണാറുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു മെത്തേഡ് കറണ്ട് സീറോ ഇൻട്രപ്ഷൻ്റെ ഈ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, നമ്മൾ ഈ ആർക്ക് ഇൻട്രപ്ഷൻ ഇപ്പോൾ പറഞ്ഞു അല്ലേ, ഈ ആർക്ക് ഇൻട്രപ്ഷനെ ബേസ് ചെയ്തിട്ട് ഒരു 2 തിയറീസ് ഉണ്ട്. ഓക്കെ, 2 തിയറീസ് ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് നമ്മുടെ റിക്കവറി റേറ്റ് തിയറി, അല്ലെങ്കിൽ വോൾട്ടേജ് റേസ് തിയറി എന്ന് അതിന് പറയാം. ഓക്കെ, വോൾട്ടേജ് റേസ് തിയറി എന്ന് പറയും, അല്ലെങ്കിൽ റിക്കവറി റേറ്റ് തിയറി എന്നാണ് അതിന് പറയാം. റിക്കവറി റേറ്റ് തിയറി. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് റേസ് തിയറി, റിക്കവറി റേറ്റ് തിയറി ഒക്കെ ഏതിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജും അല്ലെങ്കിൽ നമ്മുടെ ഡയലക്ട്രിക് സ്ട്രെങ്ത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. ആക്ച്വലി നമ്മൾ ശരിക്ക് നമ്മുടെ ഈ റേറ്റുകൾ വെച്ച് പറയുകയാണെങ്കിൽ 2 ഫിനോമിനനാണ് നടക്കുന്നത്. ഒന്ന് അയോണൈസേഷനാണ്, വേറെ ഒന്ന് റീകോമ്പിനേഷനാണ്. അതായത് നമ്മുടെ അയോൺസ് എന്ത് ചെയ്യുന്നു? അയോണൈസ് ചെയ്യുന്നു. അയോണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം അയോണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവർ അയോൺസ് ആയിട്ടും ഇലക്ട്രോൺസ് ആയിട്ടും ഉണ്ടാവും. റീകമ്പൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ അയോൺസും ഈ ഇലക്ട്രോൺസും ഒക്കെ റീകമ്പൈൻ ചെയ്ത് തിരിച്ച് ആറ്റമായിട്ട് മാറും അല്ലേ. അപ്പോൾ അയോണൈസേഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മളെ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാകുന്നത്. ശരിയല്ലേ? അയോണൈസേഷൻ ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളില്ല. ശരിയല്ലേ? അപ്പോൾ അയോണൈസേഷൻ ഉണ്ടാകുമ്പോൾ അവ എന്തായിട്ട് ബിഹേവ് ചെയ്യും? അവരൊരു കണ്ടക്ടർ പോലെ ബിഹേവ് ചെയ്യും. ശരിയല്ലേ? റീകമ്പൈൻ ചെയ്യുമ്പോൾ അവർ അനങ്ങാതിരിക്കുകയാണ്, അതായത് അവരൊരു ഇൻസുലേറ്റർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എപ്പോഴും ആർക്ക് റീസ്ട്രൈക്ക് ചെയ്യുന്നത് ഏത് കണ്ടീഷനിലായിരിക്കും? ആർക്ക് റീസ്ട്രൈക്ക് ചെയ്യുന്നത് ഏത് കണ്ടീഷനിലാണ്? നിങ്ങളുടെ റീകോമ്പിനേഷൻ ആർക്ക് റീസ്ട്രൈക്ക് ചെയ്യുന്നത് എപ്പോഴാണ്? എപ്പോഴും അയോണൈസേഷൻ ഹാപ്പൻ ചെയ്യുമ്പോഴാണ് അല്ലേ. അപ്പോൾ അയോണൈസേഷൻ്റെ റേറ്റ്, വെൻ അയോണൈസേഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് അയോണൈസേഷൻ ബിക്കംസ് ഗ്രേറ്റർ ദാൻ റേറ്റ് ഓഫ് റീകോമ്പിനേഷൻ ആകുമ്പോഴാണ് നമ്മളുടെ ആർക്ക് എന്ത് ചെയ്യുന്നത്? റീസ്ട്രൈക്ക് ചെയ്യുന്നത് അല്ലേ. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് മറ്റൊരു തരത്തിൽ പറയാം. അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞു, നമ്മുടെ റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ റീസ്ട്രൈക്കിംഗ് എന്ന വോൾട്ടേജ് ഉണ്ട്. ഇത് അവിടെ ഒരു വോൾട്ടേജ് ഇല്ലേ, നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് കൂടുമ്പോൾ ഉണ്ടാകുന്നൊരു വോൾട്ടേജ്, അത് നമ്മൾ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക, ഈ പോയിൻ്റ്. നിങ്ങളുടെ ആർക്ക് അടുത്തൊരു സൈക്കിളിലേക്കും കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇഫ് യുവർ റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്, എന്താണ് റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ ഓർത്ത് വയ്ക്കുക, റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ യുവർ റേറ്റ് ഓഫ് റൈസ് ഓഫ് ഡയലക്ട്രിക് സ്ട്രെങ്ത്ത്. നിങ്ങളുടെ ഡയലക്ട്രിക് സ്ട്രെങ്ത്തിനേക്കാളും കൂടുതലാണ് നിങ്ങളുടെ റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എങ്കിലും ആർക്ക് എന്ത് ചെയ്യും? റീസ്ട്രൈക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആർക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല? എക്സ്റ്റിങ്ക്വിഷ് ചെയ്യില്ല. ഡസ് നോട്ട് എക്സ്റ്റിങ്ക്വിഷ്.
ക്ലിയർ? അപ്പോൾ ഈ ഒരു പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പം ആർക്ക് റീസ്ട്രൈക്ക് ചെയ്യുക അല്ലെങ്കിൽ എക്സ്റ്റിങ്വിഷ് ചെയ്യാത്ത അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ അയോണൈസേഷൻ്റെ റേറ്റ് റീകോമ്പിനേഷനെക്കാട്ടിയും കൂടുതലാണ്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, അയോണൈസേഷൻ ഹാപ്പൻ ചെയ്യുമ്പോൾ ഇവിടെ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് കൂടുമ്പോൾ ആർക്ക് എന്ത് ചെയ്യും? പിന്നെയും എന്ത് ചെയ്യും? കൂടാനുള്ള സാധ്യതയുണ്ട് കമ്പയർഡ് ടു യുവർ ഡയലക്ട്രിക് സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, റേറ്റ് ഓഫ് റീകോമ്പിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഡയലക്ട്രിക് സ്ട്രെങ്ത്തിനെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. റേറ്റ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? അയോണൈസേഷൻ്റെ ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പം എപ്പോഴാണ് ഒരു ആർക്ക് റീസ്ട്രൈക്ക് ചെയ്യുന്നുള്ള കണ്ടീഷനാണിത്. ഇനി ആർക്ക് റീസ്ട്രൈക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് നിങ്ങൾ അത് അനലൈസ് ചെയ്ത് വെക്കുക. ക്ലിയർ? ഇതാണ് ഒന്നാമത്തെ തിയറി. ഇനി രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത് എനർജി ബാലൻസ് തിയറിയാണ്. ഓക്കെ, എനർജി ബാലൻസ് തിയറി. അതെല്ലാം ആർക്ക് എക്സ്റ്റിങ്ഷനെ ബേസ് ചെയ്തിട്ടുള്ള തിയറികളാണ്. ഓക്കെ, അപ്പോൾ ഈ എനർജി ബാലൻസ് തിയറിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഫ്യൂസ് നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? അതായത് നമ്മുടെ I²RT ഗ്രേറ്റർ ദാൻ നമ്മൾ തെർമൽ ലിമിറ്റ് ആയാലാണ് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറയില്ലേ? അതായത് I²RT ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ്. ശരിയല്ലേ? അപ്പോൾ അതേ ബേസിൽ തന്നെ ഇവിടെ പറയാം, ഹീറ്റ് ജനറേറ്റഡ്, if your heat generation is greater than ഹീറ്റ് ഡിസിപ്പേറ്റഡ് എന്നുള്ള ലെവലിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുന്ന, അതെങ്കിൽ കുറയുന്ന ഹീറ്റിനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ ഹീറ്റ് ജനറേഷൻ നിങ്ങളുടെ ഹീറ്റ് ഡിസിപ്പേഷനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ ആർക്ക് എന്ത് ചെയ്യും? റീസ്ട്രൈക്ക് ചെയ്യുമെന്ന് പറയാം, അല്ലെങ്കിൽ ആർക്ക് അവിടെ നിലനിൽക്കുമെന്ന് പറയാം, ആർക്ക് പെർസിസ്റ്റ് എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് ഡിസിപ്പേഷനെക്കാട്ടിയും കൂടുതലാണെങ്കിൽ ആർക്ക് റീസ്ട്രൈക്ക് ചെയ്യുമെന്ന് പറയാം, ആർക്ക് പെർസിസ്റ്റ് ചെയ്യുമെന്ന് പറയാം. കാരണം എന്താ? ഹീറ്റ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഹീറ്റ് കൂടുതൽ ജനറേറ്റ് ചെയ്താൽ ടെമ്പറേച്ചർ കൂടുകയാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ അയോണൈസേഷൻ എന്ത് ചെയ്യും? കൂടും. അങ്ങനെയാണ് ആർക്ക് എന്ത് ചെയ്യുന്നത്? വീണ്ടും റീസ്ട്രൈക്ക് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിനെ നേരെ തിരിച്ചുണ്ടാവും. അതായത് ഹീറ്റ് ജനറേഷൻ ലെസ് ദാൻ ഹീറ്റ് ഡിസിപ്പേഷൻ ആണെങ്കിൽ എന്താണ്? ആർക്ക് ഈസ് എക്സ്റ്റിങ്വിഷ്ഡ്. ഇങ്ങനെയും ചോദിക്കാം കേട്ടോ. അപ്പോൾ അത് എപ്പോഴും ഓർത്ത് വയ്ക്കുക. ആർക്ക് എക്സ്റ്റിങ്വിഷ് ചെയ്യണമെങ്കിൽ ഹീറ്റ് ഡിസിപ്പേഷൻ കുറഞ്ഞാൽ മതി. സിമിലർലി ഇപ്പുറത്തും ഈ തിയറിയിൽ ഇത് അപ്ലിക്കബിൾ ആണ്. അതായത് ആർക്ക് എക്സ്റ്റിങ്വിഷ് ആവാനുള്ള കണ്ടീഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആർക്ക് എക്സ്റ്റിങ്വിഷസ് എപ്പോഴാണ് എക്സ്റ്റിങ്വിഷ് ചെയ്യുക? അതായത് വെൻ യുവർ റേറ്റ് ഓഫ് അയണൈസേഷൻ്റെ റേറ്റ് റീകോമ്പിനേഷനെക്കാട്ടിയും കുറവാണെങ്കിൽ, റീകോമ്പിനേഷനാണ് നല്ലോണം നടക്കുന്നതെങ്കിൽ ആർക്ക് എക്സ്റ്റിങ്വിഷ് ചെയ്യുക. അതുപോലെ തന്നെ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് കുറയുക, നിങ്ങൾ ഡയലക്ട്രിക് സ്ട്രെങ്ത്തിനെക്കാട്ടിയും കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സ്റ്റിങ്വിഷ് ആർക്കിനെ നമുക്ക് എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അതൊന്ന് ഓർമ്മയിൽ വയ്ക്കുക. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ രണ്ട് തിയറികളും. ഓക്കെ, കാരണം ഇതാണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റാണ്, നമ്മുടെ ഈ ആർക്ക് എക്സ്റ്റിങ്വിഷിൻ്റെ ബേസിക് കൺസെപ്റ്റാണിത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി ഈ ആർക്ക് എക്സ്റ്റിങ്വിഷിൻ്റെ ഈ പ്രോപ്പർട്ടികളൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് ഈ ആർക്ക് ഫിനോമിനൻ്റെ അല്ലെങ്കിൽ ആർക്കിൻ്റെ കുറേ ടേമുകളുണ്ട്. ഓക്കെ, ആർക്കിൻ്റെ കുറച്ച് ടേംസ് ഉണ്ട്. അപ്പോൾ ആ ആർക്കിൻ്റെ ടേംസാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോരോ ടേമുകളായിട്ട് എന്താണ് ആ ടേമുകൾ നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ടേമുകൾ. ആ ടേംസ് നമുക്ക് എന്തൊക്കെയാണ്, ഏതൊക്കെ ബിഹേവിയറാണ് പറഞ്ഞു തന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക, ഇമ്പോർട്ടൻ്റ് ടേംസ്. ഇമ്പോർട്ടൻ്റ് ടേംസ് എന്ന് കൊടുക്കുക. അതിൽ ഫസ്റ്റ് വൺ ആണ് റിക്കവറി വോൾട്ടേജ്. ഓക്കെ, എന്താണ് റിക്കവറി വോൾട്ടേജ്? ഓക്കെ, റിക്കവറി വോൾട്ടേജ് എന്താണ് എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ റിക്കവറി വോൾട്ടേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാധനം എക്സ്റ്റിങ്ക്റ്റ് ആയി, അല്ലെങ്കിൽ നമ്മൾ ആർക്ക് എക്സ്റ്റിങ്ക്റ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആർക്ക് റിമൂവ് ആയി. ശരിയല്ലേ? അപ്പോൾ ആർക്ക് റിമൂവ് ആവുന്ന സമയത്ത് നമ്മുടെ CB ഓപ്പൺ ആണല്ലോ. ശരിയല്ലേ? ആ CB ഓപ്പൺ ആവുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത സപ്ലൈ വോൾട്ടേജ് തന്നെയല്ലേ ഇവിടെ ഉണ്ടാവുക. അതായത് നമ്മൾ ആർക്കൊക്കെ പോയി. ഓക്കെ,
അപ്പോൾ ആർക്ക് പോയി, അത് കഴിഞ്ഞ് നിങ്ങൾ ആർക്ക് ഉണ്ടായി, ആർക്ക് റിമൂവ് ചെയ്തു. ആർക്ക് റിമൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരവസ്ഥ ഉണ്ടാവുമല്ലോ, അതായത് ബാക്ക് ടു അവർ ഒറിജിനൽ പൊസിഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ബാക്ക് ടു അവർ ഒറിജിനൽ പൊസിഷൻ ഉണ്ടാവുന്ന സമയത്തുള്ള വോൾട്ടേജ്, ദാറ്റ് വോൾട്ടേജ് അക്രോസ് CB അറ്റ് 50 ഹെർട്സ്, നമ്മുടെ സപ്ലൈ വോൾട്ടേജിൽ തന്നെ ഉണ്ടാവുന്ന ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേരാണ് റിക്കവറി വോൾട്ടേജ്. ക്ലിയർ? ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി RMS വോൾട്ടേജ്. ഇതാണ് ഇവിടുത്തെ ഓർക്കേണ്ട പോയിന്റ് കേട്ടോ. RMS വോൾട്ടേജ് ആയിരിക്കും നമ്മുടെ റിക്കവറി വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ റിക്കവറി വോൾട്ടേജ് RMS വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് നിങ്ങൾ ആർക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വോൾട്ടേജ്, അതായത് 50 ഹെർട്സ് വോൾട്ടേജ് എന്ന് ഓർത്താൽ മതി. അതായത് റിക്കവറി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 50 ഹെർട്സ് വോൾട്ടേജ് ആണ്. ഓക്കെ, 50 ഹെർട്സ് സപ്ലൈയിലുള്ള വോൾട്ടേജ് ആണ്. ഓക്കെ, 50 ഹെർട്സ് വോൾട്ടേജിലുള്ള വോൾട്ടേജ് ആണ് നമ്മുടെ റിക്കവറി വോൾട്ടേജ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. സോ അതിൻ്റെ ഡെഫിനേഷനൊക്കെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ പവർ ഫ്രീക്വൻസി വോൾട്ടേജ് അക്രോസ് ദ CB കോണ്ടാക്ട്സ്. ഓക്കെ, നമ്മുടെ CB കോണ്ടാക്ട്സിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആഫ്റ്റർ ട്രാൻസിയൻ്റ് ഓസിലേഷൻ ബിക്കംസ് 0. ഓക്കെ, ഓസിലേഷനൊക്കെ 0 ആയിട്ടുള്ള, ഇതെല്ലാം മൊമെൻ്ററി ആയിട്ട് നടക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ട്രാൻസിയൻ്റ് ഓസിലേഷൻ ബിക്കംസ് 0 ആൻഡ് ആഫ്റ്റർ ഫൈനൽ ആർക്ക് എക്സ്റ്റിങ്ഷൻ. ഓക്കെ, ഫൈനൽ ആർക്ക് എക്സ്റ്റിങ്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാകുന്ന വോൾട്ടേജ് ആണത്. ക്ലിയർ? അപ്പോൾ നമുക്ക് ജനറലി പറയാം നമ്മുടെ റിക്കവറി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അത് നമ്മുടെ സപ്ലൈ വോൾട്ടേജ് തന്നെയാണ്. ശരിയല്ലേ? റിക്കവറി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? നമ്മുടെ സപ്ലൈ വോൾട്ടേജ് തന്നെയാണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതായത് സപ്ലൈ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു, അതായത് നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഈസ് ഈക്വൽ ടു VM sin ωt. ഓക്കെ, VM sin ωt എന്നുള്ള ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം? അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ റിക്കവറി വോൾട്ടേജ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഈ മാക്സിമം വോൾട്ടേജ്, ഇതാണ് നമ്മുടെ പീക്ക് വാല്യൂ അല്ലേ? ഇതാണ് നമ്മുടെ പീക്ക് വാല്യൂ. അപ്പോൾ റിക്കവറി വോൾട്ടേജിൻ്റെ മാക്സിമം വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം റിക്കവറി വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണത്? VM ആണ്. ശരിയല്ലേ? VM ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിൻ്റ് അറിഞ്ഞിരിക്കുക. പിന്നെ ഇതിൽ അറിയേണ്ട പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ വേറൊരു കാര്യം ഇതിൽ അനലൈസ് ചെയ്യാനുള്ള എന്താണെന്ന് പറഞ്ഞാൽ, ഓക്കെ, അപ്പോൾ ഈ മാക്സിമം റിക്കവറി വോൾട്ടേജ് നമുക്ക് വേറൊരു തരത്തിൽ വേണമെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്യാം. അതായത് മാക്സിമം റിക്കവറി വോൾട്ടേജ് VM എന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ഈ VM എന്ന് പറഞ്ഞാൽ നമുക്കതറിയാം മാക്സിമം വാല്യൂ ആണ് അല്ലേ? ഏതിൻ്റെ മാക്സിമം വാല്യൂ ആണ്? √2 ഇൻറ്റു ഫേസ് വാല്യൂയുടെ മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ √2 V ഫേസ് നമുക്ക് തന്നെ പറയാം. ഓക്കെ, ഈ V ഫേസിനെ നമുക്ക് ലൈൻ വോൾട്ടേജിൽ റെപ്രസെൻറ്റ് ചെയ്യാം. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? VL/√3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം 0.815 VL. ഓക്കെ, അപ്പോൾ ലൈൻ വോൾട്ടേജിലാണ് ചോദിക്കുന്നതെങ്കിൽ 0.185 VL എന്ന് വയ്ക്കുക. ഫേസ് വോൾട്ടേജിലാണെങ്കിൽ ഇതൊന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ RMS വാല്യൂ, നമ്മളിവിടെ പറഞ്ഞു RMS വോൾട്ടേജ് ആണ് നമുക്ക് റിക്കവറി വോൾട്ടേജ്. ഓക്കെ, ഈ RMS വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? VM/√2 ആയിരിക്കും. അതായത് ഈ വാല്യൂ എന്ത് വാല്യൂ ആണ്? ഫേസ് വാല്യൂ ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ ഈ RMS വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഫേസ് വാല്യൂ ആണ്. അപ്പോൾ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? VM/√2. അപ്പോൾ റിക്കവറി വോൾട്ടേജ് വിൽ ബി ഓൾവേസ് VM/√2 ആണെന്നുള്ള കാര്യം ഓർക്കുക. ആ VM/√2 ആണ് നിങ്ങളുടെ RMS വോൾട്ടേജ്. അത് ഏത് വോൾട്ടേജ് ആണ്? ഫേസ് വോൾട്ടേജ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി അതിനെ ലൈനിലേക്ക് മാറ്റണമെങ്കിലാണ് പറഞ്ഞത് VM = 0.158 എന്നുള്ള ലെവലിൽ അനലൈസ് ചെയ്യുക. ഇല്ലെങ്കിൽ ഈ ഒരു ഫോർമുല ഓർത്തിരുന്നാലും മതി. ഇവിടെ ഈ RMS വാല്യൂ V ഫേസ് ആണെന്നുള്ള പോയിൻ്റ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഫേസ് വാല്യൂ ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ടേം എന്താണ്? റിക്കവറി വോൾട്ടേജ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടേമാണ് ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ്.
ക്ലിയർ? എന്താണ് ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ്. ഓക്കെ, ഇതും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, നേരത്തെ അതേ വോൾട്ടേജ് തന്നെയാണ്, ഒരൊറ്റ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അതായത് അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് കാൽക്കുലേറ്റിംഗ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ്. ഓക്കെ, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നേരത്തെ റിക്കവറി വോൾട്ടേജ് ഏത് വാല്യൂ ആയിരുന്നു? RMS വോൾട്ടേജ് ആയിരുന്നു. നേരത്തെ അതേ സാധനം തന്നെയാണ്. 50 ഹെർട്സിൽ ഉണ്ടാകുമ്പോൾ 50 ഹെർട്സിലെ സർക്യൂട്ട് ബ്രേക്കറിൽ ഉണ്ടാകുന്ന വോൾട്ടേജ്. ഓക്കെ, പവർ ഫ്രീക്വൻസി വോൾട്ടേജ് അക്രോസ് ദ CV അറ്റ് 50 ഹെർട്സ് വോൾട്ടേജ്. 50 ഹെർട്സ് വോൾട്ടേജിലുള്ള വോൾട്ടേജ് അക്രോസ് CB. ഓക്കെ, വോൾട്ടേജ് അക്രോസ് CB ഡ്യൂറിങ് യുവർ ആർക്ക് ഇൻട്രപ്ഷൻ ചെയ്യുന്ന സമയത്തുള്ള വോൾട്ടേജ് അക്രോസ് CB അറ്റ് 50 ഹെർട്സ് തന്നെയാണിത്. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആണെന്നുള്ള കാര്യം ചോദ്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ, ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ, ഇതെന്താണ്? ഇത് RMS വോൾട്ടേജ് ആണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്, അത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ആയതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ എഴുതേണ്ടി വരും? V ഈസ് ഈക്വൽ ടു നമ്മുടെ ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ് ഈസ് ഈക്വൽ ടു VM സൈൻ ഒമേഗ ടി. VM സൈൻ ഒമേഗ ടി അല്ലേ? അപ്പോൾ VM സൈൻ ഒമേഗ ടി എന്ന് പറയുന്ന സാധനം എന്താണെന്ന് നമുക്ക് നോക്കാം. VM സൈൻ ഒമേഗ ടി. ഓക്കെ, അപ്പോൾ VM സൈൻ ഒമേഗ ടി എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് ഇഫ് സപ്പോസ് യു ആർ ഹാവിങ് എ ഗ്രാഫ് ലൈക്ക് ദിസ്, നമ്മളിവിടുത്തെ ടൈമും ഇതുമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടുത്തെ ടൈമും ഈ ഇത് നോക്കുമ്പോൾ നമ്മളിവിടെ ഇതാണ് നമ്മുടെ സാധാരണ വോൾട്ടേജിൻ്റെ ഗ്രാഫ്. ഓക്കെ, സാധാരണ വോൾട്ടേജിൻ്റെ ഗ്രാഫ് ഇങ്ങനെ പോകുന്നുണ്ടാവും. നമ്മളിതിൻ്റെ കൂടെ ടൈമും കൂടി വരയ്ക്കുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇത് വോൾട്ടേജിൻ്റെ ഗ്രാഫ്, ഇതെന്താണ്? ടൈം കറണ്ടിൻ്റെ ഗ്രാഫ്. ക്ലിയർ? ഇവിടുത്തെ ഈ വാല്യൂ ആണ് നമ്മുടെ എന്ത്? മാക്സിമം വാല്യൂ. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇവിടെ ഒരു ഡിലേ വന്നു. എത്രയാണ്? 5 ആംഗിൾ ഡിലേ വന്നു. ഇതാണ് നിങ്ങളുടെ 2π. ഓക്കെ, അപ്പോൾ ഈ പോയിൻ്റ് എത്രയായിരിക്കും? ഇവിടെ ഉണ്ടാകുന്ന ഈ പോയിൻ്റ്, ദിസ് പോയിൻ്റ് വിൽ ബി 2π + 5. ശരിയല്ലേ? ഇതാണ് നമ്മളുടെ എന്ത്? 2π + 5. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻട്രപ്റ്റ് ചെയ്യുന്ന കറണ്ട് എന്താണ്? ഈ ആർക്ക് ഇൻട്രപ്റ്റ് ചെയ്യുന്നത് നമുക്ക് ഇവിടുത്തെ ഈ കറണ്ട് 0 കിട്ടുന്ന ഈ സ്ഥലത്താണ് നമ്മൾ ഇൻട്രപ്റ്റ് ചെയ്യുന്നത്. ഇവിടെയല്ലേ കറണ്ട് 0 കിട്ടുന്നത്? അപ്പോൾ ഇവിടെ കറണ്ട് 0 കിട്ടുന്നു, അല്ലെങ്കിൽ നമുക്കിവിടെ പറയാം ഇവിടെ കറണ്ട് 0 ആവുന്നത് എപ്പോഴാണ്? അറ്റ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു 2π + 5 അല്ല, 2π + 5 ആവുന്ന സമയത്താണ് നമ്മളെ കറണ്ട് 0 അവിടെ എന്ത് ചെയ്യുന്നത്? ഇൻറ്ററപ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ? ആ ഇൻറ്ററപ്റ്റ് ചെയ്യുന്ന ഈ സമയത്തുള്ള ഈ വോൾട്ടേജിനെയാണ് നമ്മൾ ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ ആർക്ക് എന്ത് ചെയ്യുന്നത്? ഇൻറ്ററപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആർക്ക് ഇൻറ്ററപ്ഷൻ ഹാപ്പൻ ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്താണ്, കറണ്ട് 0ലാണ്. ഈ കറണ്ട് 0 എന്ന് പറഞ്ഞാൽ എത്രയിലാണ്? എത്ര ഒമേഗ ടിയിലാണ്? 2π + 5ലാണ്. ആ സമയത്തുള്ള സാധനത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒമേഗ ടി എന്ന് പറയുന്നത് 2π + 5 ആണ്. അപ്പോൾ ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു VM സൈൻ 2π + 5. VM സൈൻ 2π + 5. ഓക്കെ, VM സൈൻ 2π + 5 എന്ന് പറഞ്ഞാൽ 2π 360 അല്ലേ? അപ്പോൾ സൈൻ 360 + 5 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി അഗെയിൻ സൈൻ 5 തന്നെ. അപ്പോൾ ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു VM സൈൻ 5. ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു VM സൈൻ 5. ഇതാണ് നിങ്ങളുടെ ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ്. ഓക്കെ, ഞാൻ അതിനെ ARV എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ് ഇതാണെന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മാക്സിമം റിക്കവറി വോൾട്ടേജ് എപ്പോൾ ഒക്കർ ചെയ്യാമെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, മാക്സിമം റിക്കവറി വോൾട്ടേജ് ഏത് പവർ ഫാക്ടറിലൊക്കെ എന്നൊക്കെ വേണമെങ്കിൽ ഒരു ചോദ്യമൊക്കെ ചോദിക്കാം. അതായത് ഇവിടെ മാക്സിമം റിക്കവറി വോൾട്ടേജ് എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്? അതായത് നമ്മളിവിടുത്തെ ഈ പറയുന്ന 5 അല്ലേ, നമ്മുടെ 5 എന്ന് പറയുന്നത് നമ്മൾ 90 ആണെങ്കിൽ, പ്യുവർലി ഇൻഡക്റ്റീവ് ആണെങ്കിൽ എന്താ വരിക? മാക്സിമം റിക്കവറി വോൾട്ടേജ്
അതായത് ഞാൻ ഇപ്പുറത്ത് എഴുതാം. അതായത് നിങ്ങളുടെ ആക്റ്റീവ് റിക്കവറി വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എന്താ? വി എം സൈൻ ഫൈ അല്ലേ? ഇതല്ലേ നിങ്ങൾ ആക്റ്റീവ് റിക്കവറി വോൾട്ടേജിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ ഞാൻ ചോദിക്കുന്നത് മാക്സിമം എ ആർ വി ആണ്. ഓക്കെ, മാക്സിമം എ ആർ വി എന്ന് പറയുന്നത് എത്രയാണ്? വി എം തന്നെയാണ്. ആ വി എം എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത്? അറ്റ് ഫൈ ഈസ് ഈക്വൽ ടു 90 അല്ലേ? 590 എന്ന് പറയുന്നത് സൈൻ 90 ആവും. 5 = 90 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കോസ് 5 എത്രയാണെന്ന് ഞാൻ ചോദിച്ചത്. അപ്പോൾ കോസ് 90 എന്ന് വെച്ചാൽ 0. അപ്പോൾ നമുക്ക് പറയാം മാക്സിമം എ ആർ വി ഒക്കേഴ്സ് അറ്റ് ഏത് പവർ ഫാക്ടർ എന്നൊക്കെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒക്കേഴ്സ് അറ്റ് 0 പവർ ഫാക്ടർ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ആക്റ്റീവ് മാക്സിമം റിക്കവറി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി എം ആണ്. വി എം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് തന്നെയാണ്? നമ്മുടെ സപ്ലൈ വോൾട്ടേജ് തന്നെയാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, നമ്മളെ എന്ത് തന്നെയാണ്? സപ്ലൈ വോൾട്ടേജ്. ഓക്കെ, സോ സപ്ലൈ വോൾട്ടേജ് എന്ന് ഓർത്ത് വയ്ക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട പോയിൻ്റ് അതാണ്. ഓക്കെ, പഠിക്കേണ്ട പോയിൻ്റ് അതാണ്. നമ്മുടെ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ അത് കണ്ടു അല്ലെ? ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ് എന്താണ് സപ്ലൈ വോൾട്ടേജ് എന്നുള്ള കാര്യമൊക്കെ നമ്മളുണ്ട്. അപ്പം ഓർത്ത് വയ്ക്കുക മാക്സിമം എ ആർ വി ഒക്കർ ചെയ്യുന്ന എത്രയിലാണ്? നമ്മുടെ വി എമ്മിലാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ മാക്സിമം റിക്കവറി വോൾട്ടേജ് അല്ലെങ്കിൽ ആക്റ്റീവ് റിക്കവറി വോൾട്ടേജിന് വേറൊരു ഫോർമുലയും കൂടി ഉണ്ട്, അതൊന്ന് എഴുതി വെച്ചേക്ക്. ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ് ഈസ് ഈക്വൽ ടു K1 K2 K3 വി എം സൈൻ ഫൈ. ഓക്കെ, ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ് ഈക്വൽ ടു K1 K2 K3 വി എം സൈൻ ഫൈ. ഓക്കെ, ഇതിൻ്റെ വേറെ വാല്യൂസ് ഒന്നും നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് അതായത് ഈ വാല്യൂസ് K1 K2 K3 ഒക്കെ 1, അതുപോലെ സൈൻ ഫൈ = 1 എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാം? വി എം എന്ന് അസ്യൂം ചെയ്യാം. പക്ഷേ ഈ K1 K2 K3 എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും കൂടി നമുക്കൊന്ന് അനലൈസ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചെറിയൊരു അനാലിസിസ് നടത്താം. അപ്പോൾ ഇവിടുത്തെ ഈ K1 ഏത് ഫാക്ടേഴ്സും ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള ലെവലിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ മതി. ഓക്കെ, അത്രയും നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ആ K1ൻ്റെ ഫാക്ടർ അല്ലെ, K1 എന്ന് പറയുന്ന ഫാക്ടർ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആർമേച്ചർ റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, ആർമേച്ചർ റിയാക്ഷനിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇൻഡക്റ്റീവ് ബിഹേവിയർ ആണ് കാണുന്നത്. ഫോൾട്ട് കറണ്ട് എന്താണ്? ഫോൾട്ട് കറണ്ട് ലാഗ് ചെയ്യുകയാണ്. അപ്പോൾ ഫോൾട്ട് കറണ്ട് ലാഗ് ചെയ്യുമ്പോൾ ഈ K1 എന്ത് ബിഹേവിയറാണ് തരുന്നത്? ആർമേച്ചർ റിയാക്ഷൻ ഡീമാഗ്നറ്റൈസിങ് എഫക്റ്റ് ആണ് തരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പോൾ അതും കൂടി അവിടെ കൺസിഡർ ചെയ്യുന്ന ഫാക്ടറാണ് K1. ക്ലിയർ? ഇനി അടുത്ത് K2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോൾ ക്ലിയറിംഗ് ഫാക്ടർ. ഓക്കെ, പോൾ ക്ലിയറിംഗ് ഫാക്ടർ. അപ്പോൾ പോൾ ക്ലിയറിംഗ് ഫാക്ടർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ പോൾ ക്ലിയറിംഗ് ഫാക്ടർ K2 എന്ന് പറയുന്നത് നമ്മുടെ ഫോൾട്ടിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനം. ഓക്കെ, ഫോൾട്ടിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അതായത് നമ്മളിപ്പോൾ സപ്പോസ് ഒരു LG ഫോൾട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് VM ആവും. അതുപോലെ നമ്മൾ ലൈൻ ടു ലൈൻ ഫോൾട്ടാണ് ഒക്കർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് 1.5 VM ഒക്കെ ആണ്. ഇതിൻ്റെ കാര്യമൊന്നും കറക്റ്റ് നിങ്ങൾ അറിയണ്ട, ജസ്റ്റ് പറഞ്ഞു തന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണത് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ജനറലി നമുക്കിതിനെ പറയാം K2 എന്ന് പറയുന്നത് 1 ആയിരിക്കും ഫോർ യുവർ ഗ്രൗണ്ടഡ് ഫോൾട്ട് അല്ലേ? ലൈൻ ടു ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടഡ് ഫോൾട്ട് അല്ലേ? ഗ്രൗണ്ടഡ് ഫോൾട്ടിന് 1ഉം 1.5 ഫോർ യുവർ അൺഗ്രൗണ്ടഡ് ഫോൾട്ട് അല്ലേ? ഗ്രൗണ്ട് ചെയ്യാത്ത ലൈൻ ടു ലൈൻ ഫോൾട്ട് ട്രിപ്പിൾ ഫോൾട്ടിനൊക്കെ 1.5. അപ്പോൾ ജനറലി നിങ്ങൾ എങ്ങനെ നോക്കിയാലും 1ൻ്റെ വേരിയേഷനൊക്കെ വരുള്ളൂ. അത് വലിയൊരു വേരിയേഷനായിട്ട് വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് അനലൈസ് ചെയ്താൽ മതി, ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് K3 ആണ്. K3ൻ്റെ പേര് എന്ന് പറഞ്ഞാൽ K3 പേരൊന്നുമില്ല. K3ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മളിപ്പം വാല്യൂ 1 ആയിരിക്കും ഇഫ് യു ആർ കൺസിഡറിങ് ഫേസ് വോൾട്ടേജ്. ഓക്കെ, ഫേസ് വോൾട്ടേജ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ 1ഉം അതുപോലെ തന്നെ √3 ആയിരിക്കും. ഇപ്പോൾ നമ്മൾ സപ്പോസ് ലൈൻ വോൾട്ടേജ് ആയിരുന്നു കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ K3യുടെ വാല്യൂ എന്തായിരിക്കും? √3 ആയിരിക്കും എന്നുള്ള കാര്യം കൂടി അനലൈസ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് വളരെ പ്രസക്തമാണ്. നമ്മുടെ ARV എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താ കിട്ടിയത്? VM ആണ് കിട്ടിയത്. VM എന്താണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇവിടെ VM എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് വോൾട്ടേജ് ആണ്. ഇവിടെ VM എന്ന് പറയുന്നത് എന്താണ്? ഫേസ് വോൾട്ടേജ് തന്നെയാണ്. ഓക്കെ,
അപ്പോൾ ഫേസ് വോൾട്ടേജ് ആണ് എന്നുള്ളത് മാത്രമല്ല, ഫേസ് വോൾട്ടേജ് ഇൻറ്റു എന്താണ് √2 ആണ് അല്ലേ, ഫേസ് വോൾട്ടേജ് ഇൻറ്റു √2 ആണ്. അപ്പോൾ വോൾട്ടേജിനെ ലൈൻ വോൾട്ടേജിലേക്ക് മാറ്റാൻ AL/√3 ഇൻറ്റു √2 നമുക്ക് എത്ര ഉത്തരം കിട്ടി? 0.815 VL എന്നാണ് കിട്ടിയെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസിലൊന്നും മാറ്റമില്ല. രണ്ട് കാര്യം ഓർക്കാനുള്ളതിൽ, ഒന്ന് ആക്റ്റീവ് റിക്കവറി വോൾട്ടേജും ഒന്ന് നമ്മുടെ ഇതുമാണെന്ന് ഓർക്കുക. ഈ VM എപ്പോഴും ഓർത്ത് വയ്ക്കുക. VM എന്ന് പറയുന്നത് ഫേസ് വാല്യൂ ആണ് കേട്ടോ, മാക്സിമം ഫേസ് വാല്യൂ ആണ്. ഓക്കെ, ഫേസ് വോൾട്ടേജ് ആണ് അവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഫേസ് വോൾട്ടേജ് ആണെന്നുള്ള റെപ്രസെൻറ്റേഷൻ ആയതുകൊണ്ടാണ് നമുക്കിവിടെ എത്ര കിട്ടിയത്? ഫേസ് വോൾട്ടേജ് ആണ് റെപ്രസെൻറ്റേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് VM/√2 എന്ന് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെയാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇത് ഓർത്ത് വെച്ചാൽ മതി. രണ്ട് കൺസെപ്റ്റാണ്, രണ്ട് ടൈപ്പ് വാല്യൂകളാണെന്നുള്ള കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളത്. കൺഫ്യൂസിങ് ആണ് ബിറ്റ്, പക്ഷേ സംഭവം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മാർക്ക് സ്കോർ ചെയ്യാൻ, റെയർ മാർക്സൊക്കെ കിട്ടാൻ പറ്റിയ സംഭവമാണ്. ഓക്കെ, ഞാൻ ലാസ്റ്റ് എല്ലാ സാധനങ്ങളും കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് തരാം. അപ്പോൾ അത്ര വരെ നിങ്ങളൊന്ന് ഇതൊന്ന് ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ആണ്. നമ്മൾ നേരത്തെ കുറേ നേരം പറയുന്നു റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്, അല്ല ആർക്ക് റീസ്ട്രൈക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ആണ് മൂന്നാമതായിട്ടുള്ളത്. അപ്പോൾ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജിൽ വരുന്നത് മെയിനായിട്ട് ഒരു LC സർക്യൂട്ട് തന്നെയാണ് വരിക, അല്ല നമ്മൾ നേരത്തെ കണ്ടതാണ്. റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് അല്ല, നമ്മുടെ ഒരു LC സർക്യൂട്ടാണ് വരിക. അപ്പോൾ നമ്മളൊരു LC സർക്യൂട്ടിൽ നമ്മളിവിടെ CB ഉണ്ടാവും അല്ലേ, അപ്പോൾ ഫോൾട്ട്. ഓക്കെ, ഇവിടെ L ഉണ്ടാവും, C ഉണ്ടാവും. അപ്പം ഈ റീസ്ട്രൈക്കിംഗ് എന്ന് പറഞ്ഞാൽ ഉടനടി ഓർക്കുക, അതൊരു ഹൈ ഫ്രീക്വൻസി ട്രാൻസിയൻറ്റ് വോൾട്ടേജ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഇറ്റ് ഈസ് എ ഹൈ ഫ്രീക്വൻസി ട്രാൻസിയൻറ്റ് വോൾട്ടേജ്, വെരി മൊമെൻ്ററി വോൾട്ടേജ് ആണ് ആക്ച്വലി റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്. ഓക്കെ, ഹൈ ഫ്രീക്വൻസി ട്രാൻസിയൻറ്റ് വോൾട്ടേജ് എന്ന് ഓർക്കുക. ആ ട്രാൻസിയൻറ്റ് വോൾട്ടേജ് ഓസിലേറ്റിംഗ് വോൾട്ടേജ് ആണിത്. ഓക്കെ, ആക്ച്വലി ഇതൊരു ഓസിലേറ്റിംഗ് വോൾട്ടേജ് ആണ്. അപ്പോൾ ആ ഓസിലേറ്റിംഗ് വോൾട്ടേജ് ഏത് ഫ്രീക്വൻസിയിലാണ്? 1/2π√LC ഫ്രീക്വൻസിയിലാണ് അത് എന്ത് ചെയ്യുന്നത്? ഓസിലേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം ഓർക്കുക. അപ്പം ആർക്ക് ഇൻട്രപ്ഷൻ്റെ സമയത്ത് ഈ ഹൈ ഫ്രീക്വൻസി ട്രാൻസിയൻറ്റ് വോൾട്ടേജ് ആണ് നിങ്ങൾ ഏതിൻ്റെ അക്രോസ് അപ്രൈസ് ചെയ്യുക? അക്രോസ് CBൻ്റെ സമയത്ത് ഇഫ് സപ്പോസ് CBൻ്റെ സമയത്ത് ഹൈ ഫ്രീക്വൻസി ട്രാൻസിയൻറ്റ് വോൾട്ടേജ് ആണ് അപ്പിയർ ചെയ്യുമെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്. അതിനെ ഞാൻ ജനറലി VR എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ക്ലിയർ? അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? VR എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇത് എന്ത് കാരണമാണ് ഉണ്ടാവുന്നത് ചോദിച്ചാൽ ഡ്യൂ ടു ഈ പറഞ്ഞ LC സർക്യൂട്ട്, ഡ്യൂ ടു LC ഓസിലേഷൻസ് കാരണമാണ് ഈ പറഞ്ഞ ഹൈ ഫ്രീക്വൻസി ട്രാൻസിയൻറ്റ് വോൾട്ടേജ് ഏതിൻ്റെ അക്രോസ് ഉണ്ടാവുന്നത്? സർക്യൂട്ട് ബ്രേക്കറിൻ്റെ അക്രോസ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതായത് ഇത് നമ്മുടെ സാധാരണ 50 ഹെർട്സ് വോൾട്ടേജിൻ്റെ ആയിട്ട് റിലേറ്റ് ചെയ്ത് എങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം ഇപ്പോൾ രണ്ട് വേവ് ഫോം വരയ്ക്കാം. രണ്ട് വേവ് ഫോം വരക്കുന്നു, ഇങ്ങനെ രണ്ട് വേവ് ഫോം വരക്കുമെന്ന് വിചാരിക്കും. ഈ സാധനം എന്ന് പറഞ്ഞാൽ 50 ഹെർട്സ് വോൾട്ടേജ്. ഇതാണ് നമ്മളുടെ ഏത് വോൾട്ടേജ്? റിക്കവറി വോൾട്ടേജ്. ക്ലിയർ? ഇത് ഒരു ഹൈ ഫ്രീക്വൻസി ട്രാൻസിയൻറ്റ് വോൾട്ടേജ്, വളരെ മൊമെൻ്ററി ആയിട്ടുള്ള വോൾട്ടേജ്. ഇവിടെ നിങ്ങൾ ടൈം പീരീഡ് നോക്ക്, വളരെ വലുതല്ലേ? ടൈം പീരീഡ് ഈസ് ഹൈ അല്ലേ? ടൈം പീരീഡ് ഈസ് ഹൈ. ഇവിടെ ടൈം പീരീഡ് നോക്ക്, ഓരോ സൈക്കിളും ടൈം പീരീഡ് വളരെ കുറവല്ലേ? ഹിയർ ടൈം പീരീഡ് ഈസ് ലെസ്. അപ്പോൾ വളരെ കുറവായിട്ട് പെട്ടെന്ന് വരുന്ന വോൾട്ടേജ്, അതിനോട് നമ്മൾ പെട്ടെന്ന് അല്ലെങ്കിൽ മൊമെൻ്ററി അല്ലെങ്കിൽ ട്രാൻസിയൻറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സ്പീഡായിട്ട് ഉണ്ടാകുന്ന ഓസിലേഷൻസിന് വരുന്നത് ആര് കാരണമാണ് എന്നുള്ള ചോദ്യം ഉണ്ടെങ്കിൽ അത് LC ഓസിലേഷൻസ് വരുന്നതാണ് കാരണമാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് കാരണക്കാരനായ ഫ്രീക്വൻസി ഇവിടെ 50 ഹെർട്സ് ആണെങ്കിൽ ഇവിടെ എത്രയാണ്? ഇവിടെ 1/2π√LC ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ 50 ഹെർട്സ് വോൾട്ടേജ് വളരെ സ്ലോയിലാണ് വേരി ചെയ്യുന്നത് വെൻ കമ്പയർഡ് ടു യുവർ ട്രാൻസിയൻറ്റ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിൻ്റ് നോട്ട് ചെയ്യുക. അപ്പോൾ
റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് വെച്ചാൽ ഹൈ ഫ്രീക്വൻസി ട്രാൻസിയൻറ്റ് വോൾട്ടേജ് അക്രോസ് ദ സി ബി അറ്റ് ദ ടൈം ഓഫ് യുവർ ആർക്ക് ഇൻട്രപ്ഷൻ അല്ലേ. ആർക്ക് ഇൻട്രപ്ഷൻ്റെ ടൈമിലുള്ള സി ബിനെ അക്രോസ് വരുന്നത് ഹൈ ഫ്രീക്വൻസി ട്രാൻസിയൻറ്റ് വോൾട്ടേജ് ആണ്. കാരണക്കാരൻ ആരാന്ന് ചോദിച്ചാൽ എൽ സി ഓസിലേഷനുകളാണ് എന്നുള്ള പോയിൻറ്റും കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ടത് നമ്മൾ നേരത്തെ ഈ ARV എന്നുള്ള ലെവലിൽ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് VR-നെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? VR എന്ന് പറഞ്ഞാൽ ARV ഇൻറ്റു എന്താ വരിക, 1 മൈനസ് കോസ് ഒമേഗ നോട്ട് ടി. ഇത് ഓർത്ത് വയ്ക്കുക. VR റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ARV ഇൻറ്റു 1 മൈനസ് കോസ് ഒമേഗ നോട്ട് ടി വേർ യുവർ ഒമേഗ നോട്ട് ഈക്വൽ ടു 1/√LC. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? VR റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഈക്വൽ ടു എന്താണ് ARV ഇൻറ്റു 1 മൈനസ് കോസ് ടി ഡിവൈഡഡ് ബൈ √LC എന്ന് നമുക്ക് എഴുതാം. T/√LC എന്ന് എഴുതാം. ഇത് ഏത് ഫ്രീക്വൻസിയിലാണ് ഒക്കർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഏത് ഫ്രീക്വൻസിയിലാണ് 1/2π√LCയിലാണ് ഒക്കർ ചെയ്യുന്നതെന്ന് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി നിങ്ങളോട് വേറെ ചോദ്യം ചോദിക്കുകയാണ്, ഇത് ഏത് ടൈം പീരീഡിലാണ് ഒക്കർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ടൈം പീരീഡ് അറ്റ് വിച്ച്. ഓക്കെ, ടൈം പീരീഡിൻ്റെ കാര്യം ഞാൻ പറയാം. അതിന് മുന്നേ ഒരു മിനിറ്റ്, ഈ ഫോർമുല നിങ്ങൾ ഓർത്ത് വെച്ചല്ലോ. റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്ന് വെച്ചാൽ ARV ഇൻറ്റു 1 മൈനസ് കോസ് T/√LC. ക്ലിയർ? ഇനി ഞാനിത് ജനറലി ഞാനിത് ഒരു ഗ്രാഫ് വെച്ച് നിങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി അതൊരു ക്ലാരിറ്റി വരും. ഓക്കെ, ഇത് 0, ഇത് നിങ്ങളുടെ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് VR. ഓക്കെ, ഇവിടെ 2 വോൾട്ടേജുകൾ വരും. ഓക്കെ, 2 വോൾട്ടേജുകൾ വരും. അതെന്തൊക്കെയാണ് ഞാനിപ്പോൾ പറയാം. അതിന് മുന്നേ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ്റെ സമയത്ത് നമുക്ക് ഈ VR-ൻ്റെ മാക്സിമം കാണണം, മാക്സിമം റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് കാണണം. അപ്പോൾ മാക്സിമം റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് കാണുമ്പോൾ എപ്പോഴാണ് ഈ മാക്സിമം റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് വരിക? എപ്പോഴാണ് മാക്സിമം റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യുവർ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമ്മളെ ടൈം പീരീഡ് ഇഫ് യുവർ ഈ ടേം ഇല്ല, അതായത് T/√LC എന്നുള്ള ടേം പൈക്ക് ഇക്വലൻ്റ് ആവുക. പൈക്ക് ഇക്വലൻ്റ് ആവുക എന്ന് വെച്ചാൽ എന്ത് ഇക്വലൻ്റ് ആവും? കോസ് പൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1. അപ്പോൾ കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ARV ഇൻറ്റു 1 മൈനസ് -1, അതായത് ARV ഇൻറ്റു 2 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് മാക്സിമത്തിൻ്റെ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് 2 ARV എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ARV. അത് ARV എന്ന് പറയുന്ന സാധനം ആരാ? VM അല്ലേ. അപ്പം റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് മാക്സിമം എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ഇക്വേഷൻ ആസ് 2VM. സോ സാധാരണ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഇതാണ്. റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് മാക്സിമം എന്ന് പറയുന്നത് എന്താണ്? 2VM അല്ലെങ്കിൽ 2 ARV. ക്ലിയർ? അപ്പോൾ ഇതാണ് ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് യുവർ 2VM-ഉം ഇതാണ് നിങ്ങളുടെ എന്ത്? VM-ഉം. ക്ലിയർ? അതാണ് നിങ്ങളുടെ 2VM-ഉം താഴെയുള്ളതാണ് നിങ്ങളുടെ VM. അല്ലെങ്കിൽ നമുക്കിതിനെ 2 ARV എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇതിനെ VM അല്ലെങ്കിൽ ARV എന്ന് നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെൻ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? സോ അതാണ് നമുക്കവിടെ നമുക്ക് ഈ മാക്സിമം എന്നുള്ള ലെവലിൽ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഈ മാക്സിമം നമ്മൾ വോൾട്ടേജ് പഠിച്ചു. അത് ഏത് ടൈം പീരീഡിലാണ് ഒക്കർ ചെയ്യുന്നത് ഞാൻ നേരത്തെ വെച്ചത്. ടൈം പീരീഡ് അറ്റ് വിച്ച് VR max ഒക്കർ ചെയ്യുന്ന ടൈം പീരീഡ് ഏതാണ്? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ടൈം പീരീഡ്. ഏത് ടൈമിലാണ് ഒക്കർ ചെയ്യുന്നത്? T ഈസ് ഈക്വൽ ടു π/√LC എന്നുള്ള സമയത്താണ് നമുക്ക് മാക്സിമം വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയത്. സോ അതേത് ഫ്രീക്വൻസിയിൽ ഒബ്റ്റെയിൻ വെച്ചാൽ 1/2πLC. ഏത് സമയത്താണ് മാക്സിമം പറയുന്നത്? ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു π/√LC. അപ്പോൾ ഈ T ഈസ് ഈക്വൽ ടു π/√LCയിലാണ് നിങ്ങൾക്ക് ARV എത്ര കിട്ടിയത്? അല്ല, നമ്മുടെ VR max എത്ര കിട്ടിയത്? 2 എന്നുള്ള വാല്യൂ കിട്ടിയത്. ക്ലിയർ? ഇത് നമുക്ക് നേരത്തെ വാല്യൂവിൽ വേണമെങ്കിൽ പുട്ട് ചെയ്യാം. അതായത് VR max എന്ന് പറയുന്നത് എത്രയാണ്? 2VM ആണ്. ഇത് ലൈൻ വോൾട്ടേജിൻ്റെ ടേംസിൽ എഴുതണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 0.185 VL അല്ലേ.
അതായത് ഇതിൻ്റെ വാല്യൂ എത്ര വരും? ഇറ്റ് വിൽ ബി 1.63 VL. ഓക്കെ, അപ്പോൾ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജിൻ്റെ മാക്സിമം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 1.63 VL നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വളരെ ചെറിയ ഇക്വേഷൻസ് ആണ്. നമുക്ക് കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് വൺ, റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്. ഓക്കെ, ഇതിനാണ് നമ്മൾ ട്രിപ്പിൾ RV എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ ഗ്രേറ്റർ ആവണമെന്ന് പറഞ്ഞു അല്ലേ, നമ്മൾ ഡയലക്ട്രിക് സ്ട്രെങ്ത്തിനെക്കാട്ടിയും ഗ്രേറ്റർ ആവണമെന്ന് പറഞ്ഞു. ഇതെങ്ങനെയാണ് കാണുക എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ RV എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് d/dt ഓഫ് യുവർ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്. അതായത് d/dt ഓഫ് യുവർ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്താ? ARV × 1 - cos t/√LC അല്ലേ, ഇതല്ലേ നമ്മളെ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ട്രിപ്പിൾ RV യു വിൽ ബി ഗെറ്റിംഗ് ARV /√LC × sin t/√LC. ഈ വാല്യൂ അല്ലെങ്കിൽ ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് നിങ്ങളുടെ ട്രിപ്പിൾ RVൻ്റെ ഇക്വേഷൻ, ARV /√LC × sin t/√LC. ഇതിൻ്റെ മാക്സിമം എങ്ങനെ ഒക്കർ ചെയ്യും? ട്രിപ്പിൾ RV മാക്സിമം എപ്പോഴും ഒക്കർ ചെയ്യുക? ഈ വാല്യൂ 1 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം കിട്ടും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ARV /√LC ആണ് നിങ്ങളുടെ ട്രിപ്പിൾ RVൻ്റെ മാക്സിമം വാല്യൂ. ആ മാക്സിമം എപ്പോഴും ഒക്കർ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. അതായത് sin t/√LC ആണ് നമുക്ക് 1 വരേണ്ടത്, ശരിയല്ലേ? അതായത് sin 90 ആണ് 1. അപ്പോൾ t/√LC ഈക്വൽ ടു എത്രയാ? 90. അപ്പോൾ 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π/2 എന്ന് എഴുതുകയാണ്. അപ്പോൾ നിങ്ങളുടെ ടൈം എത്ര വരണം? t എന്ന് പറയുന്നത് π/2√LCയിലാണ് നിങ്ങൾക്ക് ഇത് മാക്സിമം വരുന്നത്. നേരത്തെ π√LCയിലായിരുന്നു, ഇവിടെ ട്രിപ്പിൾ RV എത്രയിലാണ് വരുന്നത്? π/2√LCയിലാണ് മാക്സിമം വരിക. കാരണം അത് sin 90 ആണ് എന്ത് ചെയ്യുന്നത്? 1 വരുന്നത്. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എപ്പോഴാണ് മാക്സിമം വരുന്നത് വെച്ചാൽ ടൈം പീരീഡ് π/2 × √LC ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ക്ലിയർ? അപ്പോൾ ട്രിപ്പിൾ RV നിങ്ങൾക്ക് കിട്ടി ARV /√LC ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ആവറേജ് വാല്യൂ ആണ് സ്ഥിരമായിട്ട് ചോദിക്കാറ്. അപ്പം ആവറേജ് വാല്യൂ ഓഫ് ട്രിപ്പിൾ RV എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ട്രിപ്പിൾ RV ആവറേജ് ഈക്വൽ ടു 2ARV /π√LC എന്നുള്ളൊരു ഫോർമുലയും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ആവറേജ് റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 2ARV / π√LC എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതാണ് നമുക്ക് അറിയാനായിട്ടുള്ള ഫോർമുല. ക്ലിയർ? ഇതിനെ നമുക്ക് വേറൊരു തരത്തിലും വേണമെങ്കിൽ നമുക്കിതിനെ എഴുതാം. അതായത് ഓക്കെ, അത് മതിയാവും. ഓക്കെ, 2ARV / π√LC എന്നുള്ള കാര്യം നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇത്രയും വോൾട്ടേജുകളാണ് നമുക്ക് ഈ സെക്ഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള കുറേ ഇക്വേഷൻസ് ആണ്, കുറേ ചെറിയ ചെറിയ കൺസെപ്റ്റുകളാണ്. ഓക്കെ, ചെറിയ കൺസെപ്റ്റുകൾ ഞാൻ ചെറിയ പറയാം. അതായത് നമ്മുടെ റിക്കവറി വോൾട്ടേജ്, ഞാൻ വോൾട്ടേജുകളെ കുറിച്ച് ചെറിയൊരു ധാരണ തരാം. റിക്കവറി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്ക് എക്സ്റ്റിങ്ഷൻ്റെ സമയത്ത് നടക്കുന്നതാണ് നിങ്ങളുടെ റിക്കവറി വോൾട്ടേജ്. ക്ലിയർ? അതായത് ആർക്ക് എക്സ്റ്റിങ്ഷൻ്റെ സമയത്ത് നടക്കുന്ന വോൾട്ടേജാണ് റിക്കവറി വോൾട്ടേജ്. അത് ഏത് ഫ്രീക്വൻസിയിലാണ്? ഇറ്റ് ഈസ് ഒക്കറിങ് ഇൻ ദ 50 Hz RMS വോൾട്ടേജ് അല്ലേ. 50 Hz ആണെന്ന് മാത്രമല്ല, 50 Hz വോൾട്ടേജ് എന്ന് മാത്രമല്ല, അത് ഏത് വോൾട്ടേജും കൂടിയാണ്, RMS വോൾട്ടേജ് ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ് ആണ്. ആക്റ്റീവ് റിക്കവറി വോൾട്ടേജും എന്ത് വോൾട്ടേജ് തന്നെയാണ്? 50 Hz വോൾട്ടേജ് തന്നെയാണ്. പക്ഷേ അത് എങ്ങനത്തെ വോൾട്ടേജ് ആണ്? ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ആണ്. ഓക്കെ, ആ ഒരു ഫാക്ടർ ഓർത്ത് വയ്ക്കുക. ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ആണ്. ഇത് എവിടെ എപ്പോഴും ഒക്കർ ചെയ്യുന്ന ആർക്ക് ഇൻട്രപ്ഷൻ്റെ സമയത്ത് ഒക്കർ ചെയ്യുന്നതാണ് നിങ്ങളുടെ ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ്. ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ പ്രശ്നമില്ല. പിന്നെ പ്രോസ്പെക്റ്റീവ് വോൾട്ടേജിൻ്റെ കൺസെപ്റ്റാണ് വരുന്നത്. പ്രോസ്പെക്റ്റീവ് വോൾട്ടേജ് VP എന്ന് പറയുന്നത് എന്താണ്? I × √L/C എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. പിന്നെ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ARV ×
1 മൈനസ് കോസ് T/√LC. വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷനുകളാണ്, നിങ്ങൾക്ക് അറിയാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കുക, നമ്മൾ റീസ്ട്രൈക്കിങ്ങും അതുപോലെ തന്നെ VPയും ഒക്കെ എന്ത് വോൾട്ടേജുകളാണ്? രണ്ടും ട്രാൻസിയൻ്റ് വോൾട്ടേജാണ്, വളരെ മൊമെൻ്ററി ആയിട്ടുള്ള വോൾട്ടേജുകളാണ് അല്ലേ. ഇതിൻ്റെയൊക്കെ കാരണക്കാരെന്ന് പറഞ്ഞാൽ LC ഓസിലേഷനുകളാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മളെ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുമ്പോൾ 2 വോൾട്ടേജ് സോഴ്സുകളെന്ന് വരുന്നത്. ഒന്ന് 50 ഹെർട്സ് സോഴ്സിൻ്റെ വോൾട്ടേജും ഉണ്ടാവും, ഒന്ന് നമ്മുടെ 1/2π√LCൻ്റെ വോൾട്ടേജുകളും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ LC ഓസിലേഷൻസ് കാരണമുള്ള സാധനത്തിന് നമ്മൾ ട്രാൻസിയൻ്റ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിൽ വരുന്നതാണ് ഈ പറഞ്ഞ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജും പ്രോസ്പെക്റ്റീവ് വോൾട്ടേജും ഒക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇങ്ങനെ വോൾട്ടേജിൻ്റെ അനാലിസിസിൽ നമുക്ക് നടത്താനായിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്, വളരെ റെയർ സെക്ഷനാണ്. നിങ്ങൾക്ക് സർക്യൂട്ട് ബ്രേക്കറിൽ അഡീഷണൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റിയ നല്ല ടോപ്പിക്കാണ്. അപ്പോൾ അതിന് നല്ല ഇമ്പോർട്ടൻസ് എടുത്ത് എന്ത് ചെയ്യാം, ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ളത് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ റേറ്റിംഗ്സും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കറുമാണ്. ഓക്കെ, സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കണം, അതുപോലെ തന്നെ കുറച്ച് ഇതുപോലെ തന്നെ 2-3 അതിൻ്റെ റേറ്റിങ്ങുകളെ കുറിച്ചും നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയാണ് പറയാനുള്ളത്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ ദെൻ, താങ്ക് യു.